നമസ്കാരം. ഉറ്റവരെ കൊന്നുതള്ളാൻ അഫാനിലെ പിശാചിന് തോന്നാനുള്ള കാരണം തേടുകയാണ് പോലീസ്. സാമ്പത്തിക പ്രയാസവും വീട്ടുകാരെ കൊന്ന് ആത്മഹത്യ ചെയ്യാനുള്ള ശ്രമവും സ്വർണം കിട്ടാത്തതിലുള്ള ദേഷ്യവും ഒന്നും കൊടും ക്രൂരതയ്ക്ക് കാരണമാകുന്നില്ല. അത്ര പൈശാചികമായാണ് അഫാൻ അനിയനെയും കാമുകിയെയും അമ്മുമ്മയെയും മറ്റ് 2 ബന്ധുക്കളെയും കൊന്നുതള്ളിയത്. കഷ്ടിച്ച് രക്ഷപ്പെട്ട അമ്മയിൽ നിന്ന് അഫാനെതിരായ മൊഴി കിട്ടാത്തത് പോലീസിനെ കുഴയ്ക്കുന്നുണ്ട്. വെഞ്ഞാറമൂട്ടിലെ കൂട്ടക്കൊലപാതകത്തിന് പിന്നിൽ വില്ലൻ ലഹരിയോ? സ്വബോധത്തിൽ ഇങ്ങനെ ചെയ്യാൻ കഴിയുമോ? ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ശ്രീ ഡോക്ടർ സോണി തോമസ്, റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ ശ്രീ ജോർജ് ജോസഫ്, വെഞ്ഞാറമൂട്ടിൽ അഫാന്റെ വീടിന് സമീപമുള്ള ശ്രീ നസറുദ്ദീൻ എന്നിവരാണ് ചേരുന്നത്. ഒപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18 സീനിയർ സ്പെഷ്യൽ കറസ്പോണ്ടന്റ്. ഡാൻ മുഴുവൻ സമയവും ഇന്ന് വെഞ്ഞാറമൂട്ടിലുണ്ടായിരുന്നു, ഈ കൃത്യം നടന്ന സ്ഥലത്തുണ്ടായിരുന്നു. ഡാൻ, ഇത് ഒരു തരത്തിലും എന്താണ് കാരണം എന്ന് ചിന്തിക്കുവാൻ പോലും പറ്റാത്ത ഒരു രീതിയിലാണല്ലോ. പോലീസ് പോലും ഇക്കാര്യത്തിൽ കുഴങ്ങുകയാണ്. എന്താണ് യഥാർത്ഥത്തിൽ ഈ അഫാനെ കൊണ്ട് ഇങ്ങനെയൊരു പൈശാചികമായ ഒരു പിശാചിൻ്റെ മനസ്സുള്ള ആൾക്ക് മാത്രമേ ഇങ്ങനെ ചെയ്യാൻ കഴിയുകയുള്ളൂ? ഇതിനുള്ള പ്രേരണ എന്തെന്നുള്ളത് എന്താണിപ്പോൾ ഒടുവിൽ പോലീസ് കരുതുന്ന? ഏത് വഴിക്കാണ് പോലീസ് സഞ്ചരിക്കുന്നത് ഇപ്പോൾ? മഞ്ജുഷ, അക്ഷരാർത്ഥത്തിൽ ഇപ്പോഴും വ്യക്തമായ ഒരു ഉത്തരം എന്താണ് ഈ കൂട്ടക്കൊലപാതകങ്ങളിലേക്ക് നയിച്ചതിന് പിന്നിലെ യഥാർത്ഥ കാരണം എന്ത് എന്നതിനെ സംബന്ധിച്ച ഒരു സൂചനകളും പോലീസിന് ലഭിച്ചിട്ടില്ല. അവർ അതിന് പറയുന്ന 2 പ്രധാനപ്പെട്ട കാരണങ്ങളാണ്. ഒന്ന്, ഈ വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലേക്ക് ഇന്നലെ വൈകുന്നേരം ഏതാണ്ട് ഈ സമയം കഴിഞ്ഞപ്പോഴാണ് ഈ പ്രതി വളരെ ലാഘവത്തോടെ കയറി ചെന്നിട്ട് താൻ 6 പേരെ തീർത്തിട്ടുണ്ട്, അതിൽ 3 പേരുടെ മരണം ഞാൻ ഉറപ്പാക്കിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് 3 സ്ഥലങ്ങൾ പറയുന്നത് ഈ കൊലപാതകം നടത്തിയ. അതടക്കം ഈ സ്ഥലങ്ങളെക്കുറിച്ചടക്കം നൽകിയ സൂചനകളൊക്കെ വ്യക്തമായിരുന്നു. പക്ഷേ അതിനുശേഷം ഇതിലേക്ക് നയിച്ച കാരണം സംബന്ധിച്ച് ഈ അഫാൻ നൽകിയിരിക്കുന്ന മൊഴിയാണ് പോലീസിനെ കുഴയ്ക്കുന്നത്. കാരണം ഈ സാമ്പത്തിക ബാധ്യത ഉണ്ട്, അത് 1/2 കോടി രൂപയ്ക്ക് മുകളിലാണ് എന്ന് അഫാൻ പറയുമ്പോഴും ആ ബാധ്യത അഫാൻ വരുത്തിയതല്ല, അത് പിതാവിൻ്റെ പേരിലുള്ളതാണ്. അത് തീർക്കുന്നതിനുള്ള നടപടികൾ പിതാവ് തന്നെ സ്വീകരിച്ചിരുന്നു, തൻ്റെ സ്വത്തുക്കൾ വിറ്റ് എന്ന് അദ്ദേഹം തന്നെ പരസ്യമായി പ്രതികരിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട് വിദേശത്ത്. പക്ഷേ ഈ സാമ്പത്തിക ബാധ്യതയിൽപ്പെട്ട ഒരു കുടുംബത്തിലെ ഒരാൾ എന്ന രീതിയിലല്ലായിരുന്നുവല്ലോ അഫാന്റെ ജീവിതം ഒന്നും, ഇല്ലേ? ഈ അടുത്ത് തന്നെ ബുള്ളറ്റ് വാങ്ങിച്ചിട്ടുണ്ട്, മൊബൈൽ ഫോൺ പുതിയതായിട്ട് വാങ്ങിയത് ഉപയോഗിക്കുന്നു, അങ്ങനെ ഒരു ആർഭാട ജീവിതത്തിലേക്ക് പോകുന്നു. പക്ഷേ ഈ ആർഭാട ജീവിതത്തിന് പണം തികയാതെ വരുന്നു, അതുകൊണ്ട് വീട്ടിൽ സ്ഥിരമായിട്ട് വഴക്കുണ്ടാക്കുന്നു. പക്ഷേ അയൽക്കാരൊക്കെ പറയുന്നത് അങ്ങനെയൊന്നും ഇവിടെ ഒരു വഴക്കുണ്ടാകുന്നതായോ അല്ലെങ്കിൽ ഈ അഫാൻ ഇതിനു മുൻപ് എന്തെങ്കിലും ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണെന്ന് ഒന്നും അയൽക്കാർ പോലും പറയുന്നുമില്ല. ഇതും പോലീസിനെ ഏത് രീതിയിലേക്ക് അന്വേഷണം കൊണ്ടുപോകുന്നു എന്നതിലൊരു ആശങ്ക ഉണ്ടാക്കുന്ന ഘടകമല്ലേ? അതായത് ഇത്തരം കൊലപാതകങ്ങളോ അല്ലെങ്കിൽ ഇത്തരം അസ്വാഭാവികമായ സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരുപാട് അഭ്യൂഹങ്ങളും പ്രചാരണങ്ങളും ഒക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഞാൻ ഇന്ന് വ്യത്യസ്ത തലങ്ങളിൽപ്പെട്ട 3 അയൽവാസികളുമായി, അതായത് വളരെ ആധികാരികമായി നമുക്ക് പറയാൻ വിവരങ്ങൾ തേടാൻ കഴിയുന്ന 3 അയൽവാസികളുമായി ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നു. അതിലൊരാൾ ഇന്ന് അതിഥിയായി നമ്മളോടൊപ്പം ചേരുന്നുമുണ്ട്. അവർ പറഞ്ഞത് വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ സഹോദരങ്ങൾ തമ്മിൽ പുറത്തിറങ്ങുമ്പോൾ അവർ കെട്ടിപ്പിടിച്ചുകൊണ്ടായിരുന്നു കടയിലേക്ക് സാധനം വാങ്ങാൻ വരെ വന്നിരുന്നത്. അങ്ങനെ ഒരു ബന്ധം അവർക്കിടയിൽ ഉണ്ടായിരുന്നതാണ്. ഈ അനുജൻ വളരെയധികം ജ്യേഷ്ഠനെ അഫാനെ സ്നേഹിച്ചിരുന്നു. അങ്ങനെ ഒരു അനുജനെയാണ് ഏറ്റവും നിഷ്ഠൂരമായ രീതിയിൽ ഇയാൾ കൊലപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സ്വബോധത്തിൽ നിന്നുകൊണ്ട് അങ്ങനെ ഒരു കൊലപാതകം ചെയ്യാൻ ഇയാൾക്ക് കഴിയില്ല എന്ന് അവർ എല്ലാവരും ഉറപ്പിച്ച് പറയുമ്പോൾ പിന്നെ അങ്ങനെ ഒരു പൈശാചിക കൃത്യത്തിലേക്ക് ഇയാളെ നയിച്ചതിൻ്റെ പിന്നിലെ യഥാർത്ഥ കാരണം എന്ത് എന്നതാണ് അന്വേഷണ സംഘത്തെ കുഴയ്ക്കുന്നത്. അവിടെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന ഈ 14 വയസ്സുള്ള സഹോദരൻ, അതോടൊപ്പം സ്കൂൾ കാലം മുതൽ പ്രണയത്തിലായിരുന്ന ഫർസാന എന്ന 22 വയസ്സുകാരിയായ കൊച്ചുമിടുക്കി, അവളെ എത്ര നിഷ്ഠൂരമായി, അതായത് മുഖം വികൃതമായി ആളെ തിരിച്ചറിയാൻ പോലും കഴിയാത്ത തരത്തിൽ ക്രൂരമായി ഈ ഫർസാനയെ കൊലപ്പെടുത്തിയതിന്റെ ചേതോ വികാരം എന്ത്? ഫർസാനെ മാത്രമല്ല അനിയനെയും അങ്ങനെ തന്നെയാണ്. അതിലൊരു കാര്യം കൂടി, ഇപ്പോൾ ഈ സാമ്പത്തിക പ്രയാസമാണ്, അതുകൊണ്ട് വീട്ടിലുള്ളവരെ എല്ലാവരെയും കൊലപ്പെടുത്തിയതിനു ശേഷം ആത്മഹത്യ ചെയ്യുക, അതുപോലും അല്ലല്ലോ. കാരണം അങ്ങനെയാണെങ്കിൽ ഇത്ര അതിക്രൂരമായിട്ട് പൈശാചികമായിട്ട് കൊലപ്പെടുത്തേണ്ട ആവശ്യവുമില്ല. നമ്മൾ കാണാതെ പോകുന്ന മറ്റൊരു കാരണം കൂടെ ഉണ്ട്. അതായത് 3 പേരെ കൊലപ്പെടുത്തിയിട്ടുണ്ട് പേരമലയിലെ വീട്ടിൽ വെച്ച് എന്നാണ് ഇയാൾ കരുതുന്നത്. അതായത് ഉമ്മയും മരിച്ചു എന്നാണ് കരുതുന്നത്. അതിനുശേഷം അവിടുത്തെ അടുക്കളയിലെ ഗ്യാസ് തുറന്നു വിട്ടിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം
അവിടെ ഒരു ഉന്മൂലനാശം, അതായത് ഒന്നും ഓർമ്മ പോലും ഉണ്ടാകരുത്. ഇങ്ങനെ ഒരു പ്ലാനിങ്ങിൽ പ്രീ പ്ലാൻഡ് ആയിട്ട് തന്നെയാണ് ഈ കൊലപാതകം നടത്തിയിരിക്കുന്നത്. അവിടെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം കൂടിയുണ്ട്. അതൊരു പക്ഷേ ഇനി വലിയ അന്വേഷണത്തിലേക്ക് കടക്കുന്നവർ, അതായത് ഈ ഫർസാനയുമായുള്ള പ്രണയബന്ധത്തെ ഈ ലത്തീഫ്, അതായത് ഈ അഫാന്റെ പിതാവിന്റെ ജ്യേഷ്ഠൻ, അദ്ദേഹം അംഗീകരിച്ചിരുന്നില്ല എന്നും അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട് ചില വിയോജിപ്പുകൾ ഉണ്ടായിരുന്നെന്നും അതിൽ കടുത്ത വിരോധം ഈ ലത്തീഫിനോടും അദ്ദേഹത്തിൻ്റെ ഭാര്യ ഷാഹിദയോടും ഇയാൾക്കുണ്ടായിരുന്നുവെന്നുമുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. അതായത് ഒരു വൈരാഗ്യം ഉണ്ടാകണമെങ്കിൽ ഈ ഒരു രണ്ടുപേരോട് മാത്രമേ ഉള്ളൂ, ലത്തീഫിനോടും ലത്തീഫിന്റെ ഭാര്യയോടും മാത്രമേ ഉള്ളൂ. പക്ഷെ ബാക്കിയുള്ളവരോടൊക്കെ വളരെ സ്നേഹബന്ധത്തിൽ കഴിഞ്ഞിരുന്നതാണ്. ഈ അമ്മുമ്മയോട് പോലും ഇല്ല, അമ്മുമ്മയോട് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു. 2 ആഴ്ച മുമ്പ് അവിടെ എത്തി ഈ 4 പവന്റെ ഒരു സ്വർണ്ണമാല കഴുത്തിൽ കിടന്ന് തരണമെന്ന് പറയുന്നു. പക്ഷെ അവർ അത് കൊടുക്കാൻ വിസമ്മതിക്കുന്നു. ഇന്നലെ ആ വീട്ടിലെത്തുമ്പോൾ ആ കഴുത്തിൽ ആ മാല ഉണ്ടായിരുന്നില്ല. അതായത് താൻ ചോദിച്ചപ്പോൾ നൽകാതിരുന്ന മാല ഈ അമ്മൂമ്മ മറ്റാർക്കോ നൽകി, മകൾക്കോ അല്ലെങ്കിൽ ലത്തീഫിനോ നൽകി എന്ന് കരുതിയാണ് ഈ ക്രൂരമായി ലത്തീഫിനെ കൂടി വകവരുത്തുക എന്നൊരു തീരുമാനത്തിലേക്ക് ഇയാൾ എത്തിയതെന്നാണ് പറയുന്നത്. പിന്നെ ഇപ്പോഴും വ്യക്തത വരാത്ത ഒരു ചോദ്യം, എന്തുകൊണ്ടാണ്, അതായത് ഈ അതിന് ശേഷമാണ് പണയം വെച്ച ശേഷമാണ് ചുറ്റിക വാങ്ങിയത് എന്നൊക്കെ പറയുമ്പോൾ അത് പോലീസ് പൂർണ്ണമായി അങ്ങ് വിശ്വാസത്തിലെടുക്കുന്നില്ല. ഇതിൻ്റെ കാരണം എന്ത് എന്നതിനെ സംബന്ധിച്ച അവ്യക്തതകൾ ഇപ്പോഴും തുടരുകയാണ്. ഇനിയിപ്പോൾ ഇതിനകത്ത് പോലീസിന് ഒരു ക്ലൂ കിട്ടുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഗുരുതരാവസ്ഥയിലുള്ള, പക്ഷേ ഇപ്പോൾ സംസാരിക്കാൻ തയ്യാറായിട്ടുണ്ടെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. അഫാന്റെ അമ്മയുടെ മൊഴി, പക്ഷെ അവർക്ക് ഇത് ഇത്ര വലിയ കേരളത്തെ അറിയില്ല. അവിടെയാണ് ഈ കേസിൽ ഏറ്റവും വലിയ ട്വിസ്റ്റ്. അതായത് അവരുടെ മകൻ പൊന്നുപോലെ സ്നേഹിച്ചിരുന്ന 23 വയസ്സുള്ള അവരുടെ മൂത്ത മകൻ കേരളത്തെ ഞെട്ടിച്ച് ഒരു അതിക്രൂരമായ കൊലപാതക പരമ്പരയുടെ പ്രതിസ്ഥാനത്ത് നിൽക്കുകയാണെന്ന് അറിയാതെയാണ് താൻ കട്ടിലിൽ നിന്ന് വീണുണ്ടായ പരിക്കാണ് എന്ന് അമ്മ പറഞ്ഞു. ഈ മകനെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. പക്ഷേ ആ അമ്മയ്ക്കുണ്ടായ വേദന, അവരനുഭവിച്ച വേദന എത്രയാണെന്ന് ഇന്ന് രാവിലെ അവരെ ആശുപത്രിയിലേക്ക് എത്തിച്ച ആംബുലൻസ് ഡ്രൈവർ നമ്മളോട് പറയുന്നത് കേട്ടാൽ അത് കേട്ടിരിക്കാൻ പോലും. ശ്രീ ജോർജ് ജോസഫ്, ഇതിലിപ്പോൾ ഒരു മോട്ടീവ് വേണം എന്നുള്ളതാണല്ലോ. അത് പോലീസ് ഇതിന് എന്താണ് ഈ കൊലപാതകങ്ങളുടെ ലക്ഷ്യം എന്ന് കണ്ടെത്തണം, അതിനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് പോലീസ് എത്തുക തന്നെ ചെയ്യും. പക്ഷേ ഇതിന് മുൻപ് കണ്ടിട്ടുള്ള കേട്ടിട്ടുള്ള കൊലപാതകങ്ങളിൽ ഒന്നും കാണാത്ത രീതിയിലുള്ള ചില ഘടകങ്ങൾ കൂടി ഉണ്ടായിട്ടില്ലേ? തീർച്ചയായിട്ടും നമ്മൾ ഇതിൻ്റെ മോട്ടീവ് കണ്ടെത്താൻ അല്പസ്വല്പം ബുദ്ധിമുട്ട് പോലീസിനുണ്ടാവും. ഞാൻ തുടക്കത്തിൽ മുതൽ പറയുന്നത് 3 സ്ഥലത്തും 3 DYSPമാരെ അന്വേഷിക്കണമെന്ന്. കാരണം പല്ലറ പാങ്ങോട് വല്യമ്മയെ കൊന്നത് ഒരു DYSP, അതുപോലെ തന്നെ പിതാവിൻ്റെ ബ്രദർ ലത്തീഫിനെയും ഭാര്യയും കൊന്നത് മറ്റൊരു DYSP, വെഞ്ഞാറമൂട്ടിലെ ഇവരുടെ കുടുംബ വീട്ടിലെ ആ കൊലപാതകത്തിനും വേറൊരു DYSP. അതിൻ്റെ കാരണം ഇത് വ്യത്യസ്തമായ മോട്ടീവ് ഈ 3 മാർഗങ്ങളിലുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അത് ഇൻഡിപെൻഡന്റ് ആയിട്ട് അന്വേഷിച്ചാൽ അങ്ങനെയാണോ എനിക്ക് അറിഞ്ഞൂടാ. ആദ്യത്തെ കൊലപാതകത്തിന്റെ വല്യമ്മയെ കൊന്നതിനകത്ത് ശരി, ആദ്യത്തെ കൊലപാതകത്തിനകത്ത് വല്യമ്മയുടെ വൈരാഗ്യമുണ്ട്. കാരണം ആഭരണം ചോദിച്ചിട്ട് കൊടുത്തില്ല, നേരത്തെ ഒരു റിങ് കൊടുത്തു എന്ന് പറയുന്നു. അതിനുശേഷം ആ വീട്ടിലെ ഇവൻ സ്നേഹിക്കുന്ന ആ പെൺകുട്ടിയെ കൊണ്ട് താമസിപ്പിക്കാനായിട്ടും ചോദിച്ചു. അത് വല്യമ്മ അംഗീകരിച്ചില്ല. കാരണം ഇവരുടെ വീട്ടുകാരെ എതിർപ്പോട് ഉണ്ടെങ്കിലും വല്യമ്മയുടെ അവിടെ കൊണ്ടുപോയി ആ പെൺകുട്ടിയെ താമസിപ്പിക്കാനും ഈ 2 കാര്യത്തിൽ അവരോട് വൈരാഗ്യം വന്നു. അതുകൊണ്ട് അവരെ കൊന്നു. ഇയാൾ ആ വീട്ടിൽ നിന്ന് വല്യമ്മയെ കൊന്നിട്ട് വെളിയിലോട്ട് വരുമ്പോൾ മൊബൈൽ ഫോണിൽ ലത്തീഫ് വിളിച്ചിരിക്കുന്നു. അത് ഇയാൾക്ക് സംശയമായി. ഈ വല്യമ്മയെ കൊന്ന വിവരം അറിഞ്ഞിട്ടാണോ വിളിച്ചതെന്ന്. അതോടെ ഇയാളെ പ്ലാൻ മാറി. ഇയാൾ നേരെ ലത്തീഫിൻ്റെ വീട്ടിൽ പോകുന്നത് അതുകൊണ്ടാണ്. ചുറ്റികയായിട്ട് പോയിട്ട് അവരെ 2 പേരെയും കൊന്നു. അവരത് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അതിനുശേഷം അപ്പോൾ ആ മോട്ടീവ് വേറെയാണ്. വല്യമ്മയെ കൊന്നതിൻ്റെ മോട്ടീവ് ഇയാളുടെ ആ പെൺകുട്ടിയെ അവിടെ താമസിപ്പിക്കാത്തതും അവർ സ്വർണം കൊടുക്കാത്തതും, കുടുംബ സ്വത്തുകളെ 75 ലക്ഷം രൂപയുടെ കടമുണ്ടായിട്ട് കുടുംബസ്വത്ത് വിൽക്കാനായിട്ട് ഈ പിതാവിൻ്റെ ജ്യേഷ്ഠൻ CRPയിൽ റിട്ടയർ ചെയ്ത അയാളും ഭാര്യയും ലത്തീഫും ഭാര്യയും സമ്മതിക്കുന്നില്ല. അത് ഇവൻ്റെ മനസ്സിൽ ഒരു വൈരാഗ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് തന്നെയല്ല, വല്യമ്മയെ കൊന്ന വിവരം അറിഞ്ഞോ എന്നൊരു സംശയം വന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് പ്രത്യേകമായിട്ട് പറയുന്നത്. അതിനുശേഷം താൻ ഇഷ്ടപ്പെടുന്ന തൻ്റെ ഏറ്റവും അടുത്ത ആ പെൺകുട്ടിയെയും താൻ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ തന്നോട് ചേർത്ത് വെച്ച തൻ്റെ അനിയനെ 7ാം ക്ലാസ്സുകാരിൽ പഠിക്കുന്ന അവനെയും ഈ 2 പേരെയും താൻ ഇല്ലാതെ പോയാൽ
അവർക്ക് ജീവിക്കാൻ കഴിയില്ല, തൻ്റെ ഒപ്പം തന്നെ സ്നേഹിക്കുന്ന ആൾ തൻ്റെ ഒപ്പം വരണം എന്നവൻ കരുതിയിട്ടുണ്ടാവും. പക്ഷെ അതിൽ അത്രയും അതിക്രൂരമായിട്ട് ഈ കൃത്യം നിർവഹിച്ചു എന്നുള്ള ഘടകം കൂടി അവിടെ ഉണ്ടല്ലോ ശ്രീ ജോർജ് ജോസഫ്. അങ്ങനെയാണെങ്കിൽ ഇത്തരം കേസുകളിൽ സാധാരണ ഇപ്പോൾ കുടുംബത്തെ കൊന്നതിന് ശേഷം ആത്മഹത്യ ചെയ്യുന്ന കേസുകളിൽ ഇത്ര പൈശാചികമായ രീതിയിൽ ആ കൊലപാതകങ്ങൾ നടത്താറുണ്ടോ? അത് വേറൊരു തലത്തിലേക്ക് പോകും. ഞാൻ ഇത് പറഞ്ഞു വെക്കുന്നത്, നമ്മളിപ്പോൾ നമ്മളെ ട്രിവാൻഡ്രം റൂറലിൽ കണ്ടല്ലോ, പിതാവിൻ്റെ കഴുത്തറക്കുന്ന ഒരുത്തനെ കണ്ടല്ലോ. അവൻ എന്തായിരുന്നു, ഏത് രീതിയിലാണ് വികലമായ ചിന്തയല്ലായിരുന്നോ അയാൾ ചെയ്തുകൊണ്ടിരുന്നത്? അയാൾ മറ്റു രീതിയിലേക്ക് സഞ്ചരിച്ചു പോയി. കേടലിൻ്റെ പോലെ തന്നെ അയാളും സഞ്ചരിച്ചിരിക്കുന്നു. ഇവിടെ അതിലേക്ക് വരുന്നുണ്ടോ നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു. കാരണം മുഖം ആ പെൺകുട്ടിയുടെയും ഇവൻ സ്നേഹിക്കുന്ന ഇവൻ്റെ ഇളയ അനിയൻ്റെ മുഖത്തെ ഇവൻ്റെ കണ്ണ് നശിപ്പിച്ചിട്ടുണ്ട്. ആ ചുറ്റിക കൊണ്ട് അവരുടെ രണ്ടുപേരുടെ മുഖം പല പ്രാവശ്യം, ഒരു ഇഞ്ചുറി അല്ല, പല പ്രാവശ്യം ചപ്പി വികൃതമാക്കിയിട്ടുണ്ട്. അതെന്താണ് ആ മനസ്സിൻ്റെ അവസ്ഥ? അത് വേറെ ചില കാര്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നത് എനിക്ക് തോന്നണേ. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ഇവൻ്റെ ചിന്താഗതി പോകുന്നത്. 3 സ്ഥലത്തും അവൻ്റെ വീട്ടിലുള്ളവർ ഇവൻ സ്വയം എന്താ ചാകാത്തത്? അത് ചെയ്തില്ലല്ലോ. കാരണം ശരിക്കും ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ എലിവിഷം കഴിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു പോലീസിനോട്. പക്ഷെ അത്ര മാരകമായ കഴിച്ചിട്ടുണ്ടോ എന്ന കാര്യം സംശയമാണ്. ചെറിയ ക്വാണ്ടിറ്റി കഴിച്ചെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം മരിക്കാൻ ഇവൻ തയ്യാറല്ല. ഇപ്പം പോലീസ് സ്റ്റേഷനിൽ ചെന്ന് 6 പേരെ കൊന്നിട്ട് വന്നെന്നാണ് പറയുന്നത്. അപ്പം അത് സംശയാസ്പദമാണ്. അപ്പം ഇയാളുടെ ചിന്ത മറ്റു കുട്ടികൾ, ഞാൻ പിതാവിൻ്റെ കഴുത്തറുത്ത ആ കേസിൻ്റെ പോലെ ചിന്തകൾ പോയിട്ടുണ്ട്. നമ്മുടെ കുട്ടികൾക്കൊന്നും ശാസ്ത്രബോധം ഇല്ല എന്ന് ഞാൻ തുടരെ പറയുന്നതിൻ്റെ കാരണം അതാണ്. ഇയാൾ തീർച്ചയായിട്ടും ഈ ക്രൂരകൃത്യങ്ങൾ മുഴുവൻ ചെയ്തിരിക്കുന്നത് വേറെ ഉള്ളിലെ ഏതോ സംഭവങ്ങൾ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. കാരണം മോട്ടീവ് 3 വ്യത്യസ്തമാണെന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ്. ആ 3 മാസം ക്ലബ് ചെയ്ത് മനസ്സിൽ മൾട്ടിപ്പിൾ മോട്ടീവാണ് ഇതിനകത്തുള്ളത്. ആ മൾട്ടിപ്പിൾ മോട്ടീവ് ചെയ്തോട്ടെ, പക്ഷേ മുഖം എന്തിന് വികൃതമാക്കുന്നു? ഡോക്ടർ സോണി തോമസ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണ്. അദ്ദേഹം ഡോക്ടർ സോണി തോമസ് കൂടി ചേരുന്നുണ്ട്. അദ്ദേഹത്തിന് ഇക്കാര്യത്തിൽ കുറച്ചുകൂടി വ്യക്തമായ ചില കാര്യങ്ങൾ പറയാൻ കഴിഞ്ഞേക്കും. ഡോക്ടർ സോണി തോമസ് അവൻ ഈയിടെ അല്പം ഭ്രാന്തുണ്ടെന്ന് പറഞ്ഞ് ഇന്നലെ ടിവിക്കകത്ത് പറഞ്ഞിരുന്ന ഇവരെ ഭർത്താവ്. ഈ വിഷയത്തില് എന്റെ ഒരു അഭിപ്രായം, ഇപ്പൊ ജോർജ് സാറ് പറഞ്ഞതിനെ വെച്ച് പറഞ്ഞാല്, ഈ ഇങ്ങനെ ഒരു പൈശാചികമായിട്ടുള്ള വൈകൃതപരമായിട്ടുള്ള ഒരു ക്രിമിനൽ ആക്ടിവിറ്റി ആ കുട്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ആ കുട്ടിയുടെ മാനസിക നില ശരിക്കും ഒന്ന് പഠിക്കേണ്ടതുണ്ട്. അതൊരു സൈക്കോളജിക്കൽ ആസ്പെക്ട് തന്നെയാണ്. നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ വളർന്നു വരുന്ന കുട്ടികളില് ഒരു ഇമ്പൾസിവിറ്റിയും ഇൻടോളറൻസും വല്ലാത്ത ഭീകരമായ രീതിയിൽ മാറിയിരിക്കുന്നത് നമ്മൾക്ക് ഈ ഡിജിറ്റൽ യുഗത്തിൽ വളരെ എവിഡന്റ് ആണ്. എന്തെങ്കിലും ഒരു കാര്യത്തിനോട് നോ പറഞ്ഞാൽ ആ കാര്യത്തിനോട് വളരെ വളരെ ഇംപേഷ്യന്റ് ആയിട്ടും ഇൻടോളറന്റ് ആയിട്ടും പെരുമാറുന്ന കുട്ടികളുടെ ഒരു വലിയ നില, കുട്ടികളെ പേടിക്കുന്ന മാതാപിതാക്കളുടെ ഒരു കാലഘട്ടത്താണ് ഒരുപക്ഷെ നമ്മളൊക്കെ ജീവിക്കുന്നത്. ഞാൻ ഇന്നും എൻ്റെ ക്ലിനിക്കിൽ ഒരു സ്വന്തം ഉമ്മയെ അടിക്കുന്ന ഒരു 7ാം ക്ലാസ്സുകാരനെ കണ്ടിട്ട് ഇന്ന് വന്നതേ ഉള്ളൂ. അപ്പൊ അതിനകത്തൊക്കെയും വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുന്നത് കുട്ടികളുടെ ഇടയ്ക്ക് ഈ ഇൻടോളറൻസും ഇംപേഷ്യൻസും വല്ലാതെ കൂടുന്നു. അപ്പൊ അതിൽ ഒരു കാരണം എന്ന് പറയുന്നത്, നമുക്കറിയാം നമ്മൾ ജീവിക്കുന്ന ഈ ഡിജിറ്റൽ യുഗത്തിൽ എല്ലാം ഒറ്റ ക്ലിക്കിൽ അവൈലബിൾ ആകുന്ന ഈ കാലഘട്ടത്തില് പലപ്പോഴും ഒന്നിനും വേണ്ടി കാത്തിരിക്കാൻ, ഒന്നിനും വേണ്ടി വെയിറ്റ് ചെയ്യാനുള്ള ഒരു ടോളറൻസ് ഇപ്പോഴത്തെ കാലഘട്ടത്തെ കുട്ടികൾക്ക് ശിക്ഷണമായി ലഭിക്കുന്നില്ല. അവർക്കെല്ലാം റെഡി ആയിട്ട് കിട്ടുന്നു. അപ്പൊ അതുകൊണ്ട് ഇൻടോളറൻസ് കൂടുന്നു എന്നുള്ള വലിയൊരു കാരണമാണ്. അക്കൂട്ടത്തിൽ ഇയാളുടെ ശരിയായിട്ടുള്ള വിലയിരുത്തലുകൾ വൈദ്യശാസ്ത്രപരമായി നടന്നിട്ടുണ്ടോ എന്നുള്ള വാർത്തയെക്കുറിച്ച് എനിക്കറിയില്ല. ഒരുപക്ഷെ ഈ കുട്ടി ഒരു ഡ്രഗ് അബ്യൂസിനെ തുടർന്ന് വല്ലമാണോ ഇങ്ങനെ? മിക്കവാറും ചില കേസിനകത്തൊക്കെ നമുക്കറിയാം ഈ ആന്റി സോഷ്യൽ ടെൻഡൻസിയുള്ള ചില പേഴ്സണാലിറ്റി വൈകൃതമുള്ള ആളുകളാണ് ഇത്തരത്തിൽ യാതൊരു ഒരു മനസാക്ഷിയും ഇല്ലാത്ത രീതിയിൽ വളരെ നിഷ്ഠൂരമായ രീതിയിലൊക്കെ ഇങ്ങനത്തെ ക്രൈംസ് കമ്മിറ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ അഫാന്റെ കാര്യത്തിൽ അയൽക്കാർ പറയുന്നത് നമുക്ക് കണക്കിലെടുത്തു കഴിഞ്ഞാൽ, പിന്നെ അഫാന്റെ അച്ഛൻ അദ്ദേഹം ഇപ്പോൾ ദമാമിലാണ് അല്ലെ, പറയുന്നതൊക്കെ കണക്കിലെടുത്തു കഴിഞ്ഞാൽ
മുൻപൊരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാളായിരുന്നില്ല. അതുകൊണ്ടൊരു ബോൺ ക്രിമിനൽ എന്നുള്ള രീതിയിലേക്ക് ആ ഒരു ഗണത്തിൽപ്പെടുത്താൻ പറ്റാത്ത ഒരാളല്ലേ അഫാൻ എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ ഈ താങ്കൾ പറയുന്ന ഈ ലഹരി ഉപയോഗം അതിലേക്ക് കാര്യങ്ങൾ പോകില്ലേ? അത് നമുക്ക് സംശയിക്കേണ്ടി വരില്ലേ? ഞാൻ അങ്ങനെ ഒരു പോയിന്റ് അയാളുടെ വ്യക്തിത്വ വൈകല്യത്തിലേക്ക് പോയിന്റ് ചൂട്ടാൻ കാരണം ഇപ്പൊ കുറച്ചു മുമ്പ് നിങ്ങൾ ന്യൂസിൽ പറഞ്ഞ കാര്യം കേട്ടിട്ട് ഞാൻ തന്നെ ശരിക്കും ഞെട്ടിപ്പോയി. അതായത് ആ കുട്ടി ഉമ്മേനെ ഉപദ്രവിച്ചത് അറിഞ്ഞിട്ടും ആ ഉമ്മ ആ അത്യാസന്ന നിലയിൽ തന്നെ ആ കുട്ടീനെ രക്ഷിക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു രംഗത്തെ കുറിച്ച് നിങ്ങൾ പറഞ്ഞല്ലോ. അപ്പൊ നമുക്കറിയാം എല്ലാ കുട്ടികളും പുറമെ സൊസൈറ്റിയിൽ ക്രിമിനൽ ടെൻഡൻസി കാണിക്കണമെന്നില്ല. അവരുടെ ഹോം എൻവയറമെന്റിൽ മാത്രം അവരുടെ ആവശ്യങ്ങൾ സാധിക്കാനായിട്ട് പലരും അങ്ങനെ കാണിക്കാറുണ്ട്. പക്ഷെ ഞാനും വളരെ സ്ട്രോങ്ലി സപ്പോർട്ട് ചെയ്യുന്നു. ഒരു ഡ്രഗ് അബ്യൂസ് പോലെയുള്ള നമുക്ക് ഇന്ന് ഉപയോഗിക്കുന്ന പലതരം സിന്തറ്റിക് ഡ്രഗുകൾ പലപ്പോഴും ഈ ഫ്രീ ഫ്രണ്ടൽ കോർട്ടക്സിനെയൊക്കെ ബാധിച്ച് അത് പലപ്പോഴും വളരെ ഒരു ദാക്ഷിണ്യവുമില്ലാത്ത ഇമ്പൾസീവായിട്ടുള്ള ഇത്തരത്തിലുള്ള റിയാക്ഷനിലേക്ക് ചിലപ്പം ഒരു തെറ്റിനെ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡ്രഗ് ഇൻടോക്സിക്കേഷനിൽ ഈ കുട്ടി ചെയ്തത് ആയിക്കൂടെ എന്നൊക്കെ നമുക്ക് ഇതൊരു 6-7 മണിക്കൂർ സമയത്തേക്ക് ഒരു തുടർ കൊലപാതകങ്ങളായിരുന്നുവല്ലോ. 6-7 മണിക്കൂർ സമയത്തേക്ക് ഒരേ മാനസികാവസ്ഥയിലായിരുന്നു അഫാൻ നിന്നിരുന്നത് അല്ലേ? അതെ. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു നമുക്കറിയാം ഇന്ന് നമ്മുടെ ഈ പല കുട്ടികളും അബ്യൂസ് ചെയ്യുന്ന സിന്തറ്റിക് ഡ്രഗുകൾ, അതിൻ്റെയൊക്കെ പേര് തന്നെ പറയാൻ പേടിയാണ്, ഇതൊക്കെ പബ്ലിക് കേൾക്കുന്നതായതുകൊണ്ട്. പക്ഷെ നമുക്ക് അറിയാം, നമുക്ക് ഇന്ന് ഈ കാലഘട്ടത്തില് ഇങ്ങനെയുള്ള ഒപ്പോസിഷണൽ നേച്ചറുള്ള ധാരാളം കുട്ടികൾ നമ്മുടെ കുടുംബത്തിലുണ്ട്. പേരൻസിന് ഈ കുട്ടികളെ വേണ്ട രീതിയിൽ എങ്ങനെയാണ് ഈ മാറിയ കാലഘട്ടത്തിൽ അവരെ ട്രെയിൻ ചെയ്യേണ്ടത് എന്ന് പല പേരൻസിനും അറിയത്തില്ല. അത് പലപ്പോഴും ഇത്തരത്തിലുള്ള ഇപ്പൊ നമ്മളിപ്പോ എന്നാ പറയുന്ന ഡ്രഗുകളെ കുറിച്ച് നിരോധിക്കുന്നതിനെ കുറിച്ച് പറയുന്നത് തന്നെ പല കുട്ടികളുടെയും മനസ്സിൽ ഇത്തരത്തിലുള്ള ഒരു ടെൻഡൻസി കൂട്ടുകയാണ് പലപ്പോഴും ചെയ്യുന്നതായിട്ട് നമുക്ക് ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ചില സിന്തറ്റിക് ഡ്രഗുകളൊക്കെ അവേഴ്സ് നീണ്ടു നിൽക്കുന്ന 24 അവർക്ക് നീണ്ടു നിൽക്കുന്ന ഒരു ഇൻടോക്സിക്കേഷൻ ഇഫക്റ്റ്. പക്ഷെ പുറമേ കണ്ടാൽ ഇവരൊക്കെ തികച്ചും വളരെ സ്മാർട്ടായിട്ട് ബിഹേവ് ചെയ്യുന്നതായിട്ട് മാത്രമേ പലപ്പോഴും ഫീൽ ചെയ്യുള്ളൂ. പക്ഷേ ദേ വിൽ ബി ബിഹേവിങ് അണ്ടർ ഇൻടോക്സിക്കേഷൻ. പിന്നെ ഒരു കാര്യം, ഇപ്പോൾ ലഹരി ഉപയോഗം അല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് മാറ്റി നിർത്തിയാൽ, ഇപ്പോൾ ലഹരിയിലാണ് ഈ കൃത്യം നിർവഹിച്ചത് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന കൊടും കുറ്റവാളിക്ക് നൽകുന്ന ഒരു ആനുകൂല്യം പോലും അത് ആയിപ്പോവും ഇല്ലേ? ലഹരി ഉപയോഗത്തിലാണല്ലോ ഇത് ചെയ്തത് എന്ന രീതിയിലൊക്കെ പറയേണ്ടി വരും. പക്ഷെ അതല്ല എന്ന് പറഞ്ഞ് ലഹരി ഉപയോഗത്തെ മാറ്റി നിർത്തിയാൽ ഈ അനിയനുമായിട്ട് അത്ര ആത്മബന്ധമുണ്ടായിരുന്നു ഈ പറയുന്ന കുറ്റവാളിക്ക്. അതുപോലെ തന്നെ കുടുംബത്തിൽ അത്ര എന്ന് വെച്ചാൽ ഈ പ്രശ്നമുണ്ടാക്കും എന്നൊക്കെയാണെങ്കിലും വഴക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാക്കും എന്നിരുന്നാൽ പോലും ഇപ്പോൾ അച്ഛൻ പറയുന്നുണ്ട് അവിടെ വന്ന സമയത്ത്, ഗൾഫിൽ വന്ന സമയത്ത് വളരെ സന്തോഷവാനായിട്ടാണ് തിരികെ പോയത് എന്ന്. ഈ ഓട്ടോറിക്ഷയിൽ വിട്ടയാൾ പറയുന്നു അങ്ങനെ ഒരു പ്രശ്നക്കാരനായിട്ട് തോന്നിയിട്ടില്ല എന്ന്. ഇങ്ങനെയൊക്കെ വരുമ്പോൾ പൊടുന്നനെ ഇങ്ങനെ തീവ്രമായിട്ട് സ്നേഹിക്കുന്ന ആളുകളോട് പോലും ഇത്രയും പൈശാചികം എന്ന രീതിയിൽ പെരുമാറുന്ന ആ ഒരു അവസ്ഥ എന്താണ്? ഈ സത്യത്തില് ഈ മിക്കവാറുമുള്ള ഒരു ആന്റി സോഷ്യൽ ടെൻഡൻസിയുള്ള സ്വഭാവ വൈകല്യമുള്ള ആളുകളില് മാനിപ്പുലേറ്റീവ് ബിഹേവിയർ വളരെ ഹൈ എമൗണ്ടിൽ ഉണ്ടാവും. ഒരുപക്ഷെ അയാളുടെ ഇളയ അനിയനോട് വലിയ സ്നേഹമൊക്കെ ആയിരുന്നിരിക്കാം. പക്ഷേ ഒരു ചെറിയ ഒരു അനിഷ്ടം, ഉദാഹരണം പറഞ്ഞാല് അവരുടെ ഇപ്പം ഇവനെ എന്തെങ്കിലും കാര്യത്തിനകത്ത് ഇവന്റെ പേരൻസ് റെസ്ട്രിക്റ്റ് ചെയ്യുകയും ഇവന്റെ അനിയനോട് എന്തെങ്കിലും ടെൻഡൻസി ഒരു അനുകൂല ടെൻഡൻസി കാണിക്കുകയും ഒക്കെ ചെയ്താൽ, എത്ര സ്നേഹമുള്ള ആളോടാണെങ്കിലും ഇതൊരു ലഹരിയുടെ ഒരു വശത്തെ മാറ്റി നിർത്തിയാൽ ആന്റി സോഷ്യൽ ടെൻഡൻസി ഉള്ള ആളുകൾ വളരെ മാനിപ്പുലേറ്റീവ് ആയിരിക്കും. അവര് ഒരു നിമിഷത്തെ ചെറിയൊരു ആക്ടിന്റെ പുറത്ത് വളരെ ഗ്രഡ്ജ്ഫുള്ളായി പെരുമാറാൻ സാധ്യത ഇല്ലാഴിയൊന്നുമില്ല. അങ്ങനത്തെ ഒരു സാധ്യതയും ഈ കുട്ടിയുടെ മാനസിക നിലയെ കുറിച്ച് ശരിക്കും പഠിച്ചു തന്നെയാണ് അഭിപ്രായം പറയേണ്ടത്. ഇപ്പൊ ഈ കൃത്യം നടന്നിട്ട് ഇത്രയും മണിക്കൂറുകളായി ഇയാള് ഇൻടോക്സിക്കേഷനിലാണോ ഇങ്ങനെ ചെയ്തതെന്നൊക്കെ നമുക്ക് ശാസ്ത്രീയമായി തെളിയിക്കാനൊക്കെ ഉള്ള സമയം ആയിട്ടുണ്ട്. കൂടുതൽ പോലീസിനൊക്കെ കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച് അതിനുശേഷം ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയാനായിരിക്കും വെയിറ്റ് ചെയ്യുന്നത്. ശരി, പോലീസുകാരും പറഞ്ഞിരുന്നു അതിൽ ഈ ലഹരി ഉപയോഗം ഉണ്ടായിട്ടുണ്ടോ, അതാണെങ്കിൽ അത് എത്ര അളവിൽ, ഏത് ഡ്രഗ്, ഇതിനെക്കുറിച്ചുള്ള ഒരു ശാസ്ത്രീയമായ പഠനം നടത്തുന്നുണ്ട് എന്നാണ് പോലീസ് പറഞ്ഞത്. ശ്രീ ജോർജ് ജോസഫ്, താങ്കൾ ഇതിനെ മറ്റൊരു തലത്തിലും കാണുന്നുണ്ടല്ലോ. ഒരു കൊലപാതകം നടന്നോ എന്നുള്ള സംശയത്തിൽ
അത് വെളിയിൽ അറിയാതിരിക്കാൻ വേണ്ടി അടുത്ത കൊലപാതകത്തിലേക്ക് നീങ്ങുന്നു, അതറിയാതിരിക്കാൻ വേണ്ടി തൊട്ടടുത്തത്. ഇത് ഈ കൂട്ടക്കൊലപാതകങ്ങളിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു ടെൻഡൻസിയാണ്. അതിവിടെ പ്രകടമായി കാണുന്നുണ്ടോ? അല്ല, ഞാൻ ഇതിനകത്ത് ഒരു മൾട്ടിപ്പിളായിട്ടുള്ള ഒരു മോട്ടീവ് ഒന്ന് തുടങ്ങിക്കഴിഞ്ഞപ്പം അത് കംപ്ലീറ്റ് ചെയ്ത് അങ്ങ് പോയിന്നേ ഉള്ളൂ. കാരണം വല്യുമ്മയുടെ കൊലപാതകം അത് അറിഞ്ഞു എന്നൊരു സംശയം കൊണ്ടാണ് മറ്റവരെ കൊന്നു. അതാണ് ലത്തീഫിനെയും ഭാര്യയും കൊന്നത്. അതിനുശേഷം വീട്ടിൽ വന്ന് പിടിക്കപ്പെടും, താൻ നശിക്കും എന്ന് തോന്നിയപ്പോഴാണ് തൻ്റെ ഉറ്റവരെ, തന്നെ സ്നേഹിച്ചവരെ, അവരെ രണ്ടുപേരെയും വികൃതമായ രീതിയിൽ തന്നെയാണ് കൊന്നത്. പക്ഷേ നമുക്ക് അതിനു മുമ്പ് ഉമ്മയെ കഴുത്ത് അവരെ ഏതൊരു ടാഗ് ഇട്ട് അവരെ അതിട്ട് ചുരുട്ടി അങ്ങനെ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ അത് കുട്ടികൾ അങ്ങ് ചെയ്തു പോയി. പിന്നീട് വന്ന് രണ്ടാമതാണ് അവരെ തലയ്ക്കടിച്ചതെന്നൊരു സംശയമുണ്ട് എനിക്ക്. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് അമ്മയെ കൊല്ല. കാരണം അവരിപ്പോഴും അത് പറയുന്നുണ്ട്. ഇപ്പം ബോധം തെളിഞ്ഞപ്പം കട്ടിലേന്ന് വീണതായതുകൊണ്ടാണ് എനിക്ക് പരിക്കേറ്റെന്നാണ്. ബാക്കി വിവരങ്ങളൊന്നും അവരറിയുന്നില്ല എന്ന് ആ മകനെ രക്ഷിക്കാൻ വേണ്ടി പറഞ്ഞു. കാരണം അതിനെന്തെങ്കിലും നടപടി ഉണ്ടാവും. പിന്നെ അവരുടെ ബ്രദറ് അവരെ കാണാനായിട്ട് ഐസിയുവിനകത്ത് കയറിയപ്പം അവർക്ക് സ്വല്പം ബോധം ഉണ്ടായിരുന്നു. അവർ ചോദിച്ച്, ഇളയ മോൻ അവൻ എന്നാ ഉണ്ടെന്ന്. അപ്പോൾ ഒരു കുഴപ്പമില്ല, അവൻ ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള രീതിയിൽ അപ്പം മറ്റു കാര്യങ്ങളൊന്നും അവർക്ക് അറിഞ്ഞുകൂടാ. അവർക്കത് വിശകലനം ചെയ്യാൻ അറിയത്തില്ല. പോലീസിൻ്റെ അടുത്ത് അവർക്കൊന്നും കൊടുക്കാൻ കഴിയില്ല. മോനെ രക്ഷിച്ചുകൊണ്ടുള്ളൊരു വർത്തമാനം. മറ്റേ കൊച്ചിനും കുഴപ്പമില്ല, സാമ്പത്തിക പ്രശ്നമുണ്ട്, ഇതാരും അവരുടെ മനസ്സിലായി. അപ്പുറത്തോട്ട് അവർക്ക് ചിന്തിക്കാൻ അവർക്ക് അറിയത്തില്ല. അങ്ങനെയുള്ള വിവരങ്ങളൊന്നും അവർ മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ട് അവരുടെ നിന്ന് വലിയ തോതിലുള്ള ഒരു എവിഡൻസ് ഒന്നും പോലീസിന് കിട്ടാൻ പോകുന്നില്ലെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം നമ്മളിത് നന്നായിട്ട് പഠിക്കണം. കാരണം നമ്മൾ ഓരോ 2-3 ദിവസത്തിനിടയ്ക്ക് കേരളത്തിൽ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത് ഒരു കേസെടുത്ത് തീർക്കുന്നതിൻ്റെ അല്ല, അത് തീർച്ചയായിട്ടും പോലീസും അതുപോലെ സാമൂഹ്യ പ്രവർത്തകരും സൈക്കോളജിസ്റ്റും സൈക്കാട്രികളൊക്കെ ഡീപ്പായിട്ട് ഇത് നമ്മൾ പഠിക്കണം. കാരണം ഇന്ത്യയുടെ മറ്റ് സ്റ്റേറ്റുകളിൽ ഈ രീതിയിലുള്ള ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല. ഇവിടെ എന്താണ് സാമൂഹ്യമായി നമുക്കുണ്ടായ ക്ഷതം, അത് എന്തിൻ്റെ പുറത്താണ്, അത് തീർച്ചയായിട്ടും പഠിച്ചേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. കാരണം അത് രാഷ്ട്രീയപരമായിട്ടുള്ളൊരു പാപ്പരത്തിൻ്റെ പുറത്താണ് നമ്മുടെ രാഷ്ട്രീയ ചിന്തകൾ നമ്മൾ മാറേണ്ടിയിരിക്കുന്നു. നമ്മുടെ സാമൂഹിക ചിന്തകൾ പഴയ കാലത്തേക്കുണ്ട്. അപ്പനെയും അമ്മയും ബഹുമാനിക്കുന്നതും കുട്ടികൾ പരസ്പരം വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തോടെ കഴിയുന്നതും, അതോടൊപ്പം തന്നെ പെൺകുട്ടികൾ വീട്ടിൽ നിന്ന് പലപ്പോഴും ചാടി അവരറിയാത്ത ചില രഹസ്യ ബന്ധത്തിലേക്ക് പോകുന്നത്. ഇവിടെ ആ കുട്ടിയുടെ ജീവൻ അപകടത്തിലായ കാരണം അവൻ വിളിച്ചുടനെ ആ വീട്ടിൻ്റെ 2ാം നിലയിൽ വന്ന് ആ കുട്ടിയെ ഒളിച്ചിരുന്നു. അപ്പോൾ ആ ബന്ധം കണ്ടില്ലേ? അപ്പോൾ ആ കുട്ടിയുടെ വീട്ടുകാരെ അറിഞ്ഞില്ല, ട്യൂഷന് പോകുക എന്ന് പറഞ്ഞു. ഇവിടെയൊക്കെ നമ്മൾ അവരെ മോണിറ്റർ ചെയ്യണം. മലയാളികൾ പഴയ കാലത്തെ നമ്മുടെ കുടുംബ പത്രത്തിലിട്ട് മടങ്ങിപ്പോകണം. കാര്യങ്ങൾ കൈവിട്ടു പോയി. അതിനകത്ത് ഡ്രഗ്സ് ഉൾപ്പെടെയുള്ള ചില സാധനങ്ങൾ ചില കോൺട്രിബ്യൂഷൻ നടത്തുന്നുണ്ട്. കാരണം ഇവർക്ക് അവരുടെ ആ ഇൻഡിവിജ്വാലിറ്റി കുറച്ച് ധൈര്യം ഇതൊക്കെ കിട്ടാനും അങ്ങനെയുള്ള കാര്യത്തിന് ഈ ഡ്രഗ്സ് ഒരു കോൺട്രിബ്യൂഷൻ നടത്തുന്നുണ്ട്. കാരണം കുട്ടികൾ ഇപ്പോഴത്തെ തലമുറകൾ എല്ലാവരെയും വികലമായ ചിന്തയും അശാസ്ത്രീയമായ രീതിയിൽ ചിന്തിക്കുന്നവരാണ്. ഇവർക്കൊന്നും ശാസ്ത്രബോധമില്ല. ഇവർ പഴയ കാലത്തെ ചിന്തയിൽ തന്നെ കിടക്കുകയാണ്. അങ്ങനെ ഒരു ലോകത്തിലാണ് നമ്മൾ. കേരളത്തിന്റെ കേസ് മുതൽ നമ്മളത് പഠിക്കണം. എത്ര കേസുകളാണ് കേരളത്തിൽ. ബന്ധിപ്പിക്കാൻ പറ്റുമോ എന്ന് തോന്നുന്നില്ലേ ശ്രീ ജോർജ് ജോസഫ്? കേഡലിന്റെ കേസുമായിട്ട് ബന്ധിപ്പിക്കാൻ പറ്റുമോ എന്ന് തോന്നുന്നില്ല അല്ലേ? അതുമായിട്ട് അത് മറ്റൊരു തലത്തിലായിരുന്നുവല്ലോ. അത് പറയാൻ ഒക്കില്ല. അതുകൊണ്ടാണ് ഈ മുഖം വികൃതമായപ്പം അതിലേക്ക് ചെറിയ ഒരു സഞ്ചാരം നടന്നിട്ടുണ്ടോ സംശയിച്ചാണ് ഞാനത് എടുത്തിടാൻ കാരണം. താൻ സ്നേഹിക്കുന്ന കൊച്ചിനെ കൊന്നോട്ടെ, പക്ഷെ ആ മുഖത്ത് 1-2 അടിയല്ല, ആ ചുറ്റിക വെച്ച് 8-10 അടികളാണ് വികൃതമായി ചപ്പിപ്പോയി ആ കൊച്ചിൻ്റെ. അപ്പോൾ അത് നമ്മൾ ആലോചിക്കണം. ഇഷ്ടമുള്ള ആളെയാണ് അത് ചെയ്തത്. അതുപോലെ ഈ കുട്ടിയെ, ആ ഇളയ സഹോദരനെ, അതൊക്കെ നമ്മൾ ആലോചിക്കണം. കാരണം എല്ലാ സ്ഥലത്തും ഇവൻ ചെയ്തിരിക്കുന്നത് ആ ചുറ്റി കൊണ്ട് മൾട്ടിപ്പിൾ ഇഞ്ചുറിയാണ്. 1-2 അടിച്ച് അവർ ചത്തതല്ല, 6, 7, 8 ആ സ്കള്ളിൽ അതുപോലെ കോമ്പൗണ്ട് ഫ്രാക്ചർ ആയിട്ട് ചപ്പിപ്പോയി മുഖമല്ല. അപ്പോൾ ഇളയ കൊച്ചിൻ്റെ കണ്ണില്ലല്ലോ, അതിനൊരു കണ്ണില്ല. അപ്പം വേറൊരു ആയുധം വന്നിരിക്കുന്നു, അത് ഇവൻ സപ്രസ് ചെയ്തത് എനിക്ക് സംശയമുണ്ട്. കാരണം ആ പെൺകുട്ടിയുടെ തലയിൽ ചുറ്റിയേക്ക് ഇടിച്ചാലുള്ള രീതിയിലല്ലാത്ത ആഴത്തിലുള്ള ഡീപ്പായ ഒരു മുറിവുണ്ട്. അത് നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. അത് പോലീസ് പോസ്റ്റ്മോർട്ടം ചെയ്ത് കഴിഞ്ഞപ്പം ആ ഫോറൻസിക് ഡോക്ടറെ കണ്ട് ചോദ്യം ചെയ്യുമ്പം
വേറെ ഏതെങ്കിലും ചുറ്റിയല്ലാതെ ഒരു വെപ്പൺ വന്നിട്ടുണ്ടോ, അതിവൻ സപ്രസ് ചെയ്തിട്ടുണ്ടോ, ആ സപ്രസ് ചെയ്തിരിക്കുമ്പോൾ അങ്ങനെ രീതിയിലുള്ള ബന്ധങ്ങൾ ആരെങ്കിലും സപ്ലൈ ചെയ്തതാണോ, ധാരാളം കാര്യങ്ങൾ ഇതിനകത്ത് അന്വേഷിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ മൂന്നും വ്യത്യസ്തമായ രീതിയിൽ വളരെ ഡീപ്പായിട്ട് സ്റ്റഡി ഉണ്ടാകണം പോലീസിൽ. ഇപ്പോൾ തിരക്കഥാകൃത്തായ ശ്രീ എസ് എൻ സ്വാമി കൂടി ചേരുന്നുണ്ട്. ശ്രീ എസ് എൻ സ്വാമി, ഇത് ചർച്ച ചെയ്യാൻ പോലും ബുദ്ധിമുട്ടുള്ള ഒരു വിഷയമാണ്. അത്രമാത്രം പൈശാചികമായിട്ടാണ് ഈ കൃത്യം നടന്നിരിക്കുന്നത്. താങ്കൾ ഇതിൻ്റെ ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ. എങ്ങനെയാണ് ഇപ്പോൾ പോലീസിനെ കുഴയ്ക്കുന്ന പ്രശ്നം? എന്താണ് ഇതിൻ്റെ ലക്ഷ്യം? മോട്ടീവ് എന്ന കാര്യത്തിലേക്ക് എത്തുവാൻ പോലീസിന് കഴിയുന്നില്ല. താങ്കൾ എങ്ങനെയാണ് ഈ ഒരു കൊലപാതകത്തെ, ഈ അതിക്രൂരമായ കൃത്യത്തെ കാണുന്നത്? ഇതിനകത്ത് ഞാൻ മനസ്സിലാക്കിയ ഒരു വിഷയം, 95 വയസ്സായ ഒരു സ്ത്രീയെ കൊല്ലാനുള്ള ഒരു മനസ്ഥിതി അയാൾക്കുണ്ടായി. അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ 5 കൊലപാതകങ്ങൾക്ക് ശേഷം അയാൾ പോലീസിൽ കീഴടങ്ങി. അയാളുടെ മാനസികാവസ്ഥ ഒട്ടും ശരിയല്ല. അയാൾ ഏതോ ഒരു കാരണം കൊണ്ടാവാം, ഒരു കാരണമില്ലാതെയാവാം, അയാൾ ലഹരിയുടെ അടിമയായത് കൊണ്ടാവാം, അയാളുടെ ഒരു എക്സൈറ്റ്മെൻറ്റിന് വേണ്ടിയാണ് ഈ കൊലപാതകങ്ങൾ ചെയ്തു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇല്ലെങ്കിൽ ഈ 95 ഇയേഴ്സ് ഓൾഡ് ഓഫ് ഒരു സ്ത്രീയെ കൊല്ലണമെങ്കിൽ അത് എളുപ്പമല്ല. കാരണം അത് സാധാരണ എത്ര ക്രൂവലായിട്ടുള്ള ഒരു കൊലപാതകയ്ക്ക് പോലും മാനസികമായി സാധിക്കുന്നൊരു വിഷയമല്ല അത്. അല്ലെങ്കിൽ അത്രത്തോളം അയാൾ ഉള്ളിൽ അയാളുടെ മനസ്സിൻ്റെ എല്ലാ വിവേചന ശക്തിയും സപ്രസ് ചെയ്തിട്ടുണ്ടാവണം. എന്തെങ്കിലും നിസ്സാരൊരു കാരണം, അതിന് തോന്നിയൊരു വൈരാഗ്യം, ദേഷ്യം, അത് ഒരു നിസ്സാര കാരണം, ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ച് കിട്ടാത്ത പോലും ദേഷ്യം ഉണ്ടാവുക. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഇയാൾ മനസ്സ് ഒട്ടും ശരിയല്ല, മാനസികാവസ്ഥ അതിനപ്പുറം ശരിയല്ല. ഇതിൻ്റെ പ്രധാന കാരണം അത് തന്നെയായിരിക്കണം. അത് എക്സ്പേർട്ടായ സൈക്കോളജിസ്റ്റും മറ്റുള്ളവരും വേണം അതിനെ കറക്റ്റായിട്ട് പറയാനായിട്ട്. അതിൽ ഞാൻ കണ്ട 2 പ്രധാന കാരണം ഇത് തന്നെയാണ്. അത് 95 ഇയേഴ്സ് ഓൾഡായ ഒരു സ്ത്രീയെ കൊല്ലാനുള്ള മനസ്സ്, പിന്നെ പോലീസിൽ സറണ്ടർ ചെയ്യാനുള്ള മനസ്സ്. ഈ രണ്ടും തമ്മിലൊരു ബന്ധമില്ലാത്ത കാര്യമാണ്. ഒരു സൈക്കോ എന്നുള്ള ഗണത്തിലേക്ക് പെടുത്താവുന്നയാളാണ് അല്ലേ? സൈക്കോ എന്ന് പറഞ്ഞാൽ ഇയാൾ ഇതിനു മുമ്പ് ഇത് ഉണ്ടായിട്ടില്ലല്ലോ, അല്ലെങ്കിൽ ഇതിനോട് ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള അക്രമം എന്ന് നമുക്കറിയില്ല. അത് അന്വേഷിച്ചറിയേണ്ട ഒരു വിഷയമാണ്. അങ്ങനെയാണെങ്കിൽ അയാൾ ഒരു ഹാബിച്വൽ ക്രിമിനലാണ് എന്ന് വേണം നമുക്ക് വിശ്വസിക്കാൻ. നേരത്തെ ഉണ്ടായിട്ടുണ്ടോ? ഇല്ലല്ലോ. അങ്ങനെ ഒരു സംഭവങ്ങൾ നമ്മൾ ഇതുവരെയുള്ള ഒരു അറിവിൽ ഏറ്റവും അങ്ങനെയുള്ള ഒരു സംഭവങ്ങളും, അതായത് അങ്ങനെ ഒരു ക്രിമിനൽ പശ്ചാത്തലമോ ഒരു പരുഷമായ രീതിയിൽ ഇടപെടുന്ന ഒരു പെരുമാറ്റമോ പോലും ഉണ്ടായിട്ടില്ല. എപ്പോൾ കണ്ടാലും സൗമ്യമായി നോക്കുന്ന, സൗമ്യമായി സംസാരിക്കുന്ന ഒരു വ്യക്തി എന്ന് മാത്രമേ പരിചിതർക്കും അയൽവാസികൾക്കും ബന്ധുക്കൾക്കും മറ്റ് സുഹൃത്തുക്കൾക്കും, സഹപാഠികളൊക്കെ ഇന്ന് ചിലരൊക്കെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവരാരും ക്യാമറയ്ക്ക് മുമ്പിലൊന്നും സംസാരിക്കാൻ, അതൊക്കെ അവരുടെ സ്വകാര്യതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അവരൊക്കെ നമ്മളോട് അല്ലാതെ ഓഫ് റെക്കോർഡിൽ പറയുന്നത് അങ്ങനെ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇനി അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഇവർ തമ്മിലുള്ള പ്രണയം സ്കൂൾ കാലഘട്ടത്തിൽ തുടങ്ങിയതാണ്. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു മാനസികമായ വിഭ്രാന്തിയോ എന്തെങ്കിലും ഒരു മെൻ്റൽ ഇൻസ്റ്റെബിലിറ്റി കാണിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അതാരെങ്കിലുമൊക്കെ അറിയുമായിരുന്നു. അതായത് ഈ 2 വീടുകൾ തമ്മിൽ ഒരു 6-7 കിലോമീറ്ററിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. മുക്കുന്നൂരും പുത്തൂരും എന്ന സ്ഥലത്താണ് ഈ ഫർസാനയുടെ വീട്. അവിടെ നിന്ന് പേരമലയിലെ ഈ വീട്ടിലേക്ക് ഒരു 6-7 കിലോമീറ്ററിൻ്റെ ഒരു വ്യത്യാസമേ ഉള്ളൂ. അവിടെ ഈ ഫർസാനയുടെ വീടിൻ്റെ അടുത്ത് ഈ അഫാൻ്റെ ചില ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ ഉണ്ട്. അവിടേക്ക് ഇയാൾ സാധാരണയായി എത്താറുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു പ്രണയബന്ധമായിരുന്നില്ല, ഒരു സുഹൃത്ത് ബന്ധമായിരുന്നു എന്നാണ് പലരും ധരിച്ചിരുന്നത്. അതിനിടയിൽ വളരെ കാമായിട്ടാണ് ഈ പ്രണയം ഇവർ കാത്തു സൂക്ഷിച്ചിരുന്നത്. ഈ കുട്ടി വളരെ ഒരു കൺസർവേറ്റീവ് ആയിട്ടുള്ള ഒരു അച്ചടക്കമുള്ള, പുറത്തങ്ങനെ വലിയ ഒച്ചപ്പാടുകൾക്കൊന്നും പോകാത്ത ഒരു വളരെ മെച്യൂറായി ബിഹേവ് ചെയ്യുന്ന ഒരു പെൺകുട്ടിയായിരുന്നു എന്നാണ് അയൽവാസികളൊക്കെ നമ്മളോട് സംസാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു ബന്ധം കാത്തു സൂക്ഷിച്ചിരുന്ന ആൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു പ്രകോപനത്തിലേക്ക് നയിക്കാനിടയായ സാഹചര്യം, അതിൽ പല കാരണങ്ങൾ സ്വാഭാവികമായി ലഹരി ഉപയോഗിക്കാത്ത ഒരാൾക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിയുമെങ്കിൽ
അതിൽ ഈ സാമ്പത്തിക ബാധ്യത മുഖ്യമായ കാരണമായിട്ടുണ്ടെങ്കിൽ ഈ സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നു. ഈ പറയുന്ന അഫാനും ഈ കൊലപാതകങ്ങൾ നടത്തിയ അഫാനും സാമ്പത്തിക ബാധ്യതയിൽ ഉണ്ടായിരുന്നു. കാരണം പലരിൽ നിന്ന് കടം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അല്ല, അങ്ങനെ ഉണ്ടെങ്കിൽ ഈ 5 പേർക്ക് അപ്പുറത്തേക്ക് ഈ പ്രണയിനിയെ ഇങ്ങനെ ക്രൂരമായി കൊലപ്പെടുത്തിയത് എന്ത്? ഇതാണ് ഏറ്റവും കൂടുതൽ ഇപ്പോഴും പോലീസിന് മുമ്പിൽ ദുരൂഹമായി നിലനിൽക്കുന്ന ഒരു ചോദ്യം. കാരണം പണം ചോദിച്ചിട്ട് കൊടുക്കാതിരുന്നത് മുത്തശ്ശിയാണ്. അതോടൊപ്പം ആ കടം വാങ്ങിയ പണം തിരികെ ചോദിച്ച ലത്തീഫാണ്. അതിനിടയിലേക്ക് ഈ അനിയൻ എന്ത് പിഴച്ചു? 14 വയസ്സ് മാത്രം പ്രായമുള്ള അനിയൻ എന്ത് പിഴച്ചു? ആ ചോദ്യങ്ങൾക്കൊരു ഉത്തരമില്ല. ഇനി അങ്ങനെ അവിടെയാണ് ഇവരെ കൊന്നതിന് ശേഷം ആത്മഹത്യ ചെയ്യാനായിരുന്നു എന്ന് ഈ പറയുന്ന അഫാൻ പറയുന്നു. പക്ഷെ അവിടെയും പൈശാചികമായിട്ട് എന്തിനു കൊന്നു? അല്ല, അങ്ങനെ അത് തന്നെ പറയുമ്പോൾ ഞാൻ ആ വീടിന് മുമ്പിൽ ശ്രദ്ധിച്ച ഒരു കാര്യം, ഇയാൾ ആദ്യം പറയുന്നത് കുഴിമന്തിയിൽ എലിവിഷം ചേർത്തുവെന്നാണ്. പിന്നീട് അത് ശീതളപാനീയത്തിൽ നൽകി. അപ്പോൾ ഈ കുഴിമന്തിക്കൊപ്പം കിട്ടുന്ന ശീതളപാനീയങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പാനീയത്തിൻ്റെ പാതി കുടിച്ച ഒരു ബോട്ടിലാണ് പുറത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിനുള്ളിൽ അങ്ങനെ ഒരു എനോർമസ് എമൗണ്ട് ഓഫ് അങ്ങനെ ഒരു പോയിസണസ് സബ്സ്റ്റൻസ് എന്തെങ്കിലും കലർത്തിയാൽ അതിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ ഈ പ്രതിക്കുണ്ടാകും. പക്ഷേ ഇത്രയും സമയത്തിനകത്ത് അങ്ങനെ ഒരു ആരോഗ്യ പ്രശ്നം ഈ വിഷം കഴിച്ചതുകൊണ്ട് ഉണ്ടായതായി എങ്ങും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല, ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു കാര്യം പോലീസിനെ മിസ്ലീഡ് ചെയ്യാൻ വേണ്ടി ഇയാൾ നടത്തിയ നീക്കങ്ങളുടെ ഭാഗമാണോ? ഇതിനപ്പുറത്തേക്ക് എല്ലാവർക്കും ഒരുപോലെ പരിക്കേറ്റിരിക്കുന്നത് മുഖത്താണ്. അതാണ് എടുത്തു വരണം. ആ മുഖമാണ് വികൃതമാക്കിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ മുഖം വികൃതമാക്കണമെങ്കിൽ അങ്ങനെ വികൃതമായൊരു മനോഭാവം കൂടി ഈ പ്രതിക്ക് ഉണ്ടായിട്ടുണ്ട്. ആ മനോഭാവത്തിൻ്റെ കാരണം ഈ പ്രകോപനമാണോ, പണം ചോദിച്ചിട്ട് നൽകാത്തതിലുള്ള പ്രകോപനമാണോ, അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഒരു ഒബ്സസ്ഡ് ഫീൽ ഉണ്ടോ? അതെന്താണെന്ന് വിശദമായ അന്വേഷണത്തിലൂടെ മറന്നീക്കുകയുള്ളൂ എന്നാണ് ഉദ്യോഗസ്ഥർ. നേരത്തെ ഡാൻ സംസാരിച്ച ആംബുലൻസ് ഡ്രൈവറുണ്ട്. ഈ ആംബുലൻസ് ഡ്രൈവറാണ് ഈ കൊലപാതകങ്ങളുടെ ഈ അതിക്രൂരമായ ഒരു രീതി അത് സമൂഹത്തിന് മുന്നിലേക്ക്, ന്യൂസ് 18നോടാണ്, ഡാനിനോടാണ് സംസാരിച്ചത്. ഈ ആംബുലൻസ് ഡ്രൈവർ, അദ്ദേഹത്തിൻ്റെ പേര് ഷെരീഫ് അല്ലേ? ഷെരീഫിന്റെ വാക്കുകൾ കൂടി കേൾക്കാം. ആംബുലൻസ് ഷഫീറിന്റെ വാക്കുകൾ കൂടി കേൾക്കാം, അതിനുശേഷം വരാം. അതിക്രൂരമായ കൊലപാതകം നടന്ന പേരുമലയിലെ വീട്ടിൽ നിന്ന് ഈ മൃതദേഹങ്ങൾ പുറത്തെടുക്കുന്ന സമയത്ത് അവിടേക്ക് ആദ്യമെത്തിയ ആംബുലൻസ് ഡ്രൈവർ എന്നോടൊപ്പം ചേർന്ന് ബാക്ക് തലയുടെയൊക്കെ കുറച്ച് പൊട്ടലും പിന്നെ മുഖത്തൊക്കെ കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെ പോയിട്ട് ചതയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ കൊണ്ടുപോയപ്പോൾ നമ്മളെ ബാക്കിരുന്ന ആളിൻ്റെ കൈ തന്നെ അവൻ്റെ ഉമ്മ മുറുകെ പിടിച്ചിരുന്നു. വെഞ്ഞാടൊക്കെ എത്തിയപ്പോൾ തന്നെ കൈയൊക്കെ പതുക്കെ അങ്ങ് എടുക്കാൻ തുടങ്ങി. ബാക്കിരുന്ന ആൾ പറഞ്ഞാണ് കൈയൊക്കെ എടുക്കാൻ തുടങ്ങി, സ്പീഡിനെത്തി പെട്ടെന്ന് പോകുന്നുണ്ട്. അങ്ങനെ നേരെ പോകല ആശുപത്രി കയറ്റി ചിറ്റിയിൽ വെച്ച് എന്തോ നല്ല ഇത് വെച്ച് അടിച്ചിട്ടുണ്ട്. കാരണം മുഖത്ത് നല്ലൊരു കുഴിയുണ്ട് എല്ലാവരുടെ. മറ്റേ പയ്യൻ്റെ ഒരു കണ്ണില്ല, ഒരു കണ്ണ് മാത്രം നല്ല തുറന്നിരിപ്പുണ്ട്, ഒരു കണ്ണ് ഫുൾ അങ്ങ് അകത്ത് പോയി. രണ്ട് കണ്ണും തുറന്നിരിപ്പുണ്ടെങ്കിൽ ഒരു കണ്ണിന്റെ അകത്തൊന്നും കാണാനില്ല, മൊത്തമൊക്കെ അങ്ങ് അകത്ത് പോയി. മറ്റേ പെണ്ണിന്റെ നെറ്റിയിലും കവിളിലുമായിട്ടാണ് നല്ലൊരു കുഴിയുണ്ട്. ഈ മുഖത്താണ് എല്ലാവർക്കും മുഖത്താണ് പരിക്ക് പറ്റിയിരുന്നത്. വേറെ ശരീരത്ത് വേറെ എങ്ങും മുറിവൊന്നുമില്ല. എല്ലാവർക്കും ഒരേപോലെയാണ് അടിച്ചേക്കുന്നത്. ഉമ്മാക്കും മറ്റേ പെണ്ണിനും പയ്യനും ഒരേ കണക്കാണ് കിട്ടിയത്. ഇവിടെ ഒരു ഹോളായി ബാക്കിൽ കൂടെ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ വെച്ച് ആദ്യം ബുള്ളറ്റ് എന്നാണ് വിചാരിച്ചത്, തോക്ക് വെച്ച് വെടിവെച്ചെന്ന്. അങ്ങനെ പിന്നെയാണെല്ലാം പറഞ്ഞത് തോക്കല്ലാതെ ഇതാണ്. ഇവിടെ കൂടെ തുളച്ചിപ്പുറത്ത് വന്നിട്ടുണ്ട്, ചത ഇപ്പുറത്ത് വെളിയിൽ വന്നിട്ടുണ്ട്. അല്ല, പെണ്ണിന്റെ മാത്രം. അവിടെ ഗോകുലത്തിൽ എത്തി സ്ട്രെച്ചറിൽ നിന്ന് നമ്മളെ സ്ട്രെച്ചറിൽ നിന്ന് അവരുടെ സ്ട്രെച്ചറിലോട്ട് ഈ എന്റെ കൈ ഉമ്മയുടെ തലയ്ക്കകത്ത് കയറിപ്പോയി. ഈ വിരല് അത്രയ്ക്ക് നല്ല ആഴം ഉണ്ടായിരുന്നു തലയ്ക്കകത്തോട്ട്. തല ഓട്ടിയിൽ കൈ തട്ടിയിട്ടുണ്ട്. അവന്റെ ഉമ്മാണെന്ന് പറയുമ്പോൾ ബാക്കിലെ മുടി മൊത്തം കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട്. കാരണം മുടി ഞാൻ അവിടെ വെച്ച് പിന്നെ നമ്മൾ കൊണ്ടുവന്ന് വണ്ടി കഴിയപ്പോൾ മുടി മൊത്തം വാരി കളയാണ് ചെയ്തത്. ബാക്ക് ഇത്രയില്ല ചെത്തി എടുത്തണക്കേ പെട്ടെന്ന് അടി കൊണ്ട് കണക്കല്ല. അതിന് മുമ്പായിട്ട് നല്ലോണം ഈ കൊച്ചിനെ അടിച്ചിട്ടുണ്ട്. ഈ മുഖത്ത് നല്ല നീരിറങ്ങി കവളെല്ലാം അങ്ങനെ തൂങ്ങി അങ്ങനെ ഇറങ്ങിയല്ലോ ഒരുമാതിരിയായി പോയി കിടക്കുന്ന മുഖം. ഈ കുട്ടീനെ എനിക്കറിയാം. കുട്ടി എന്റെ വീടിന്റെ അവിടെയാണ് കുടുംബ വീട്, അവിടെയൊക്കെ വരുന്ന കുട്ടിയായിരുന്നു ഈ കുട്ടി. ഫർസാന. എന്താണ് അവിടെ വെച്ച് കണ്ടത് എന്ന കാഴ്ച ആദ്യമായിട്ട് ഒരാൾ പങ്കുവെക്കുന്നത് ഈ ആംബുലൻസ് ഡ്രൈവർ സഫീർ തന്നെയായിരിക്കും. ക്യാമറമാൻ ബിബിൻ മുരളിക്കൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. ശ്രീ എസ് എൻ സ്വാമി, ഇതാണ് പൈശാചികമായ കൊലപാതകത്തിന്റെ ആ ഒരു രീതി എന്താണെന്ന് സഫീർ പറഞ്ഞതിന് അതിനകത്ത് എല്ലാം ഉണ്ട്. ആംബുലൻസ് ഡ്രൈവറാണ് ഈ മൃതദേഹങ്ങൾ കണ്ടതും അതുപോലെ തന്നെ അമ്മയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതുമൊക്കെ. ഇത് വെളിവാക്കുന്നത് എന്താണ് താങ്കളുടെ ഒരു നിരീക്ഷണത്തിൽ? ഇത് ഈ കില്ലറുടെ അല്ലെങ്കിൽ ഈ കൊലപാതകയുടെ മാനസികാവസ്ഥ വളരെ 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 പൈശാചികമായി ഒരു അവസ്ഥയിൽ എത്തിച്ചേർന്നിരിക്കുന്നു.
അയാൾ എന്താണ് ചെയ്യുന്നതെന്ന് അയാൾക്ക് തന്നെ ഒരു അറിവുണ്ടായിട്ടില്ല. അയാൾ ബോധപൂർവമായിരിക്കില്ല ഇത് ചെയ്തത്. അയാളുടെ ദേഷ്യവും അയാളുടെ മനസ്സിലെ വൈരാഗ്യവും വിരോധവും എല്ലാം ഒരുമിച്ച് വിവേചനാശക്തി തീരെ ഇല്ലാതായി പോയൊരവസ്ഥയിലാണ് ആ 95 വയസ്സായ ഒരു സ്ത്രീയെ കൊല്ലുക, സ്വന്തം അമ്മയെ കൊല്ലുക, സ്വന്തം സഹോദരനെ കൊല്ലുക. ഇതെല്ലാം കാരണം അവരിൽ നിന്ന് ഇയാൾക്ക് ഒരു ദ്രോഹം ഉണ്ടാവില്ല എന്നുള്ളത് തീർച്ചയാണ്. എന്നിട്ടും അവരെ കൊല്ലാനുള്ളൊരു മനസ്ഥിതി ഇവനുണ്ടായി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് സംതിങ് ഹൈലി ഡേഞ്ചറസ്. പക്ഷേ എനിക്ക് മനസ്സിലാവാത്ത ഇയാൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇയാൾക്ക് എവിടെയോ ഒരു ഗിൽറ്റ് തോന്നിയത് കൊണ്ടായിരിക്കാം, അതോ നാളെ പിടിക്കപ്പെട്ടാൽ വളരെ മോശമായി പോകുന്നുള്ള ഭയം കൊണ്ടായിരിക്കാം ഇയാൾ കീഴടങ്ങിയത് പോലീസിന്. ശ്രീ സോണി തോമസ്, ഇതേ കാരണങ്ങളാണോ താങ്കളും ആ ഒരു വിലയിരുത്തലാണോ നടത്തുന്നത്? അവസാനം പോലീസിന് കീഴടങ്ങാനും മടി കാണിച്ചില്ല. അതുപോലെ എന്തൊക്കെ നമ്മൾ പറഞ്ഞാലും നമ്മുടെ ഒരു ചിന്തയിലേക്ക് വരാത്ത കാര്യം അനിയനോട് കാണിച്ച ഈ ക്രൂരതയും അതുപോലെ തന്നെ കാമുകിയോട് കാണിച്ച ക്രൂരതയുമാണ്. അമ്മയോട് ആദ്യം തന്നെ അതിക്രൂരമായിട്ടാണ്. എനിക്ക് തോന്നുന്നു രാക്ഷസൻ എന്ന് പറയുന്ന ഒരു ക്രൈം ത്രില്ലർ സിനിമയുണ്ട്. ഇതേ സമാനമായ തരത്തിലാണ്. മുഖം മാത്രം വികൃതമാക്കുക, ഏറ്റവും സ്നേഹിക്കുന്ന ആൾക്കാരെ വിശ്വസിച്ച് ഒരു പ്രത്യേക സ്ഥലത്തെത്തിക്കുക, മുഖം അതിക്രൂരമായി വികൃതമാക്കി കൊലപാതകം നടത്തുക. എനിക്ക് തോന്നുന്നു അതിനോട് സമാനമായിട്ടാണ് ഈ പറഞ്ഞു കേൾക്കുന്ന വിവരങ്ങളിൽ നിന്ന് ഈ കൊലപാതകങ്ങൾ. കാരണം മറ്റെന്തുമാകാം, പക്ഷേ ആ സിനിമയിൽ എന്താണോ ചിത്രീകരിച്ചിരിക്കുന്നത് ആ വില്ലൻ കഥാപാത്രത്തിന്റെ തനി ആവർത്തനമാണ്. പക്ഷെ അതിനകത്തൊരു പഴയ അനുഭവം, സ്വയം നേരിട്ട ഒരു അനുഭവത്തിന്റെ ആണ്. ആ ഒരു സ്വത്വം ചോദ്യം ചെയ്യപ്പെട്ടതിനെ തുടർന്നുണ്ടായ അനുഭവമാണ്. പക്ഷേ കൊലപാതകത്തിന്റെ രീതി ഒരു മുഖം മാത്രം ഈ ക്രൂരമായി വികൃതമാക്കുകയും നിഷ്ഠൂരമായി കൊലപാതകം നടത്തുകയും ചെയ്യുന്നതിലൂടെ ഇയാളുടെ ഒരു അമർഷം കൂടി പുറത്തേക്ക് പ്രകടമായിട്ടുണ്ട്. ആ അമർഷത്തിന്റെ കാരണം എന്താണ് എന്നതിനെ സംബന്ധിച്ചാണ് ഒരു അവ്യക്തത ഇപ്പോഴും തുടരുന്നത്. അത് ഈ അമ്മ തുറന്നു പറയുമോ എന്ന കാര്യത്തിൽ പോലീസിനും സംശയമുണ്ടെന്നാണ് തോന്നുന്നത്. ശരി, ഡോക്ടർ സോണി തോമസ് കാര്യം ആദ്യം പറഞ്ഞുകൊള്ളട്ടെ. ഒന്നാമത്തെ കാര്യം, ഒരു ഇത്രയും പൈശാചികമായ ഒരു കൊലപാതകത്തെ ഒരു പൊതുസമൂഹത്തിന് മുൻപിൽ നമ്മൾ ഇത്രയും അനാവരണം ചെയ്യുന്നതൊക്കെ തന്നെ കുറച്ച് ആളുകൾക്കെങ്കിലും അത് ട്രോമാറ്റിക് ആവും. ഇത്തരത്തിലുള്ള ചില പത്തോളജിക്കൽ മൈൻഡുള്ള ആളുകൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് അവരെ അത് ത്രസിപ്പിക്കുകയും ചെയ്യും. മനഃശാസ്ത്രപരമായിട്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം, നമുക്ക് ചില വിലയിരുത്തലുകളൊക്കെ നടത്തുന്നതിനകത്ത് ഇപ്പൊ ജോർജ് സാർ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ഈ കേരള മനസാക്ഷി ഇങ്ങനെ വൈകൃതമായി പോകുന്നതിനകത്ത് വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള കുറച്ച് മാനസികാരോഗ്യ വിദഗ്ധരുടെ തന്നെ ഒരു ഇടപെടൽ, ഒരു അനാലിസിസ് ശരിക്കും ആവശ്യമാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ഇന്നത്തെ കുടുംബ പശ്ചാത്തലത്തെ കുറിച്ച് ശരിക്കും നമ്മളൊന്ന് പഠിക്കേണ്ടതുണ്ട്. ഈ മാറിയ കാലഘട്ടത്തിലെ പേരന്റിങ്ങിനെ കുറിച്ച് പഠിക്കേണ്ടതുണ്ട്. നമ്മളുടെ ഈ ഡിജിറ്റൽ ആയിട്ടുള്ള ആക്സസുകളെ കുറിച്ച് നമ്മൾ ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ ശരിക്കും പറഞ്ഞാൽ നമുക്കറിയാം മാനസിക രോഗാവസ്ഥകളെ കുറിച്ച് ഇന്ന് പൊതുസമൂഹത്തിൽ ധാരണ കുറവുകളുണ്ട്. ഒരുപക്ഷെ ഇപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഞാൻ ഓർക്കുമായിരുന്നു, ചില സമയത്ത് ഇപ്പൊ നമുക്കറിയാം ചില മാനസിക രോഗത്തിന്റെ ലക്ഷണങ്ങളായിട്ട്, ഉദാഹരണത്തിന് ചില ഡെലൂഷണൽ ഡിസോർഡർ, അതുപോലെയുള്ള ചില മാനസിക രോഗാവസ്ഥയിൽ ഇത്തരത്തിലുള്ള ഇമ്പൾസീവ് ആയിട്ടുള്ള ക്രൈമുകളൊക്കെ ചില പേഷ്യൻസ് കമ്മിറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ അത്തരത്തിലൊക്കെയുള്ള പല വിഷയങ്ങളെ കുറിച്ച് നമുക്ക് ഇതിനകത്ത് അനലൈസ് നടത്തേണ്ടതുണ്ട്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഇതിനോടകം പലതരത്തിൽപ്പെട്ട അനാലിസിസിലേക്ക് ഡോക്ടേഴ്സിനും പോലീസിനും എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടുണ്ടാവാം. അത് ഇങ്ങനൊരു പബ്ലിക്കിന് മുമ്പിൽ പറയാൻ മാത്രമുള്ള സമയമായിട്ടുണ്ടാവില്ല. ഡ്രഗ് അബ്യൂസ് നടന്നിട്ടുണ്ടോ, എന്ത് ഡ്രഗാണ് അബ്യൂസ് ചെയ്തിട്ടുള്ളത്, ഇയാൾക്ക് എന്തെങ്കിലും മാനസിക നിലയിൽ മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ നടത്തുമ്പോൾ എന്തെങ്കിലും എവിഡന്റ് ആയിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ സിംറ്റംസ് അയാൾ കാണുന്നുണ്ടോ, ഇനി ആ ഫാമിലിനെ യഥാർത്ഥത്തിൽ നമ്മളൊന്ന് അവർ പറയുന്ന വിവരങ്ങൾ പലപ്പോഴും ആക്യുറേറ്റ് ആകണമെന്നൊരു നിർബന്ധമില്ല. പലപ്പോഴും ഒരു ഇഷ്യൂസിന്റെ പുറത്ത് എല്ലാവരും ഫാമിലി മെമ്പേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന പോലെ ആയിരിക്കും പലപ്പോഴും സംസാരിക്കുക. അപ്പൊ അത്തരത്തിൽ ആ കുടുംബാംഗങ്ങളോട് ചോദിച്ചാൽ അറിയാം ഇയാളുടെ ചില ബാക്ക്ഗ്രൗണ്ടുകൾ എങ്ങനെയാണെന്ന് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ പ്രത്യേകിച്ച് ഇപ്പം ആ പ്രണയിനിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് നമുക്കറിയാം, പ്രണയം നിരസിച്ചതിന്റെ പേരിൽ ആസിഡ് ഒഴിക്കുന്ന, കൊലപ്പെടുത്തുന്ന ഒക്കെ വാർത്തകളൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ. അതേപോലെ തന്നെ ചില സംശയ രോഗങ്ങൾ അതൊക്കെ ഇതിലേക്ക് ലീഡ് ചെയ്തിട്ടുണ്ടാവാം. ഇപ്പൊ അനിയനോട് ഇങ്ങനത്തെ ഒരു ക്രൈം ചെയ്യാനായിട്ടുള്ള ഇതിന്റെ പിന്നിലെ ചേതോവികാരം
ഇവന്റെ ഇമ്പോർട്ടൻസ് കുറഞ്ഞു പോകുന്നു അങ്ങനെയുള്ള എന്തെങ്കിലും ഫാക്ടേഴ്സ് ഉണ്ടോ? അപ്പൊ നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്ന ചില പെരിഫറൽ ഇൻഫർമേഷൻ വെച്ചിട്ട് നമ്മൾ ചില അസംഷൻസ് നടത്തുന്നതിനകത്ത് എറേഴ്സ് ഉണ്ട്. എനിക്കിതിനകത്തൊരു ഒരു 80% ഇതൊരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു പ്രോബ്ലത്തിന്റെ ഒരു എലമെന്റ് ഈ ക്രൈം നറേഷനകത്തൂടെ തോന്നുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇവനെ ഇപ്പോൾ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടേഴ്സിന്, മാനസികാരോഗ്യ വിദഗ്ധർക്ക് വളരെ കൃത്യമായിട്ട് ഈ കുട്ടിയുടെ മാനസിക നില എന്നാണെന്ന് വിലയിരുത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനകത്ത് കുടുംബാംഗങ്ങളുടെ അവരെ വിശദമായിട്ട് പഠിക്കുകയും ആ കുടുംബാന്തരീക്ഷത്തെ പഠിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഈ കുട്ടിക്ക് ഏതെങ്കിലും തരത്തിൽപ്പെട്ട ഡ്രഗ് അബ്യൂസ് ഉണ്ടോ എന്ന് അവനോട് ചേർന്നുള്ള അവന്റെ കൂട്ടുകാർക്കും സഹപ്രവർത്തകർക്കും ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഈ പലതരത്തിൽപ്പെട്ട സാമ്പത്തിക ഇടപാട് ഈ പ്രായത്തിൽ തന്നെ ഈ കുട്ടിക്ക് ഉണ്ടാവുന്നതും ഒരുപക്ഷെ ഒരു ഡ്രഗ് അബ്യൂസിലേക്ക് സസ്പെക്ട് ചെയ്യാവുന്ന ചില ഫാക്ടേഴ്സ് ആണ്. ഇപ്പോൾ ഈ സമീപകാലത്ത് ഇറങ്ങിയ ചില സിനിമകളുടെ സ്വാധീനമൊക്കെ ഇങ്ങനെ ഒരു ആരോപണ രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ കാരണം ഈ അതിക്രൂരമായിട്ട് ഈ കൊലപാതകം നടത്തിയ രീതി, മുഖം വികൃതമാക്കുന്ന രീതിയിൽ, അതൊക്കെ ചർച്ച ചെയ്യേണ്ട ഒരു സമയമാണോ? അതൊക്കെ ചർച്ച ചെയ്യേണ്ടി വരുമോ? തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള വിഷ്വൽ മീഡിയയ്ക്ക്, സിനിമകൾക്ക് വല്ലാത്ത ഇമ്പാക്റ്റ് ഇപ്പോഴത്തെ നമുക്കറിയാം. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തിനോടുമുള്ള ഒരു ബ്ലൈൻഡ് ഇമിറ്റേഷൻ ഉണ്ട്. ഇപ്പം നമുക്കറിയാം, പണ്ടെന്ന് പറയുന്നത് ഒരു ഹീറോയിസം കാണിച്ചായിരുന്നു അറ്റൻഷൻ. ഇന്ന് ഹീറോയിസം മാത്രമല്ല, ഇന്നൊരു വില്ലൻ ബിഹേവിയർ കാണിച്ചാലും അത് പൊതുമാധ്യമങ്ങൾ ആഘോഷിക്കും. അങ്ങനെയുള്ള ആൾക്കാർ പോപ്പുലർ ആകാൻ അത് ഇടയാകും. അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രസിദ്ധി അല്ല, കുപ്രസിദ്ധിക്ക് ഇന്ന് വല്ലാത്ത ഒരു പ്രാധാന്യം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ കാണുന്ന പല സിനിമകളിലും ഈ ക്രൈം ത്രില്ലറുകളിലും വളരെ വളരെ വൈകൃതമായിട്ടുള്ള, ഇപ്പം ഇങ്ങനെയുള്ള മനസ്സുകളെ കുറിച്ചൊക്കെ തന്നെ കുറെ എക്സാജറേറ്റഡ് ആയിട്ടുള്ള നറേഷൻസ് ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ സിനിമകളെ പോലും വെല്ലുന്ന തരത്തിലുള്ള ഇത്തരത്തിലുള്ള ഈ നറേഷൻസ്, അതിന്റെ നറേഷൻ കേൾക്കുമ്പോൾ തന്നെ അത് എത്രയോ ആൾക്കാരുടെ ഉള്ളിൽ അത് ട്രോമാറ്റിക് ആയി മാറിയിട്ട് തന്നെ ഉണ്ടാകാമെന്നാണ് ഞാനൊക്കെ ചിന്തിക്കുന്നത്. ശരി, ശ്രീ എസ്.എൻ. സ്വാമി, സിനിമകളെയൊക്കെ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഇങ്ങനെ ഈ സിനിമകളിലെ ഈ കൊലപാതകത്തിൻ്റെ ക്രൂരത അതൊക്കെ യുവതലമുറയെ ബാധിക്കുന്നുണ്ട്. ആ രീതിയിൽ ഈ അനുകരണം വരുന്നു. ഇതൊക്കെ താങ്കൾ അതിനോട് യോജിക്കുന്നുണ്ടോ? സിനിമയിലെ വയലൻസിന് ഇപ്പോൾ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. വയലൻസിൻ്റെ ഫോഴ്സിന്, വയലൻസിൻ്റെ ആ ഒരു അപ്രോച്ചിനൊക്കെ ഇന്ന് വ്യത്യാസമുണ്ടെന്നുള്ള സത്യം തന്നെയാണ്. കാരണം ഇന്ന് ഉപയോഗിക്കുന്ന ടെക്നോളജി, അതിൻ്റെ മ്യൂസിക്, അതിൻ്റെ ഇമ്പാക്റ്റ്, ഇതെല്ലാം വളരെ 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 പണ്ടത്തെക്കാൾ കൂടുതലാണ്. അപ്പം നാച്ചുറലി ഇത് കാണുന്നവർക്ക് ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാകുന്ന സത്യമാണ്. പക്ഷേ ആ വയലൻസ് അല്ല ഈ കൊലപാതകങ്ങൾക്ക് കാരണം. ഇതൊരു മാനസികാവസ്ഥയാണ്. ഈ വയലൻസ് കണ്ട് ആ വയലൻസ് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടാവും ഇയാളുടെ അപ്രോച്ചിൽ. ഇപ്പോൾ ചുറ്റി കൊണ്ടടിക്കുന്നതൊക്കെ പല സിനിമയിലും കണ്ടിട്ടുണ്ടാവും. ചുറ്റി കൊണ്ട് തലക്കടിക്കുന്നത് പല സിനിമയിലും വന്നിട്ടുണ്ടാവാം. അപ്പോൾ ആ അപ്രോച്ച് ഒരുപക്ഷെ ഇയാൾ അഡോപ്റ്റ് ചെയ്ത് കാണും. ഇയാളുടെ ആ കൊല്ലാനുള്ള ടെൻഡൻസി ഇയാളുടെ ഉള്ളിലുള്ളതാണ് ഏറ്റവും പ്രധാനം. കാരണം എന്താണ് അതിന്? ഇപ്പം ഞാൻ പറയാം, അമേരിക്കയിലാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ സീരിയൽ കില്ലേഴ്സ് ഉള്ളത്. ഇന്ന് വരെ ഒരാൾ എന്തുകൊണ്ട് കൊന്നു എന്ന് വെച്ചാൽ ഒരാൾക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. എത്രയോ രീതിയിൽ അവർ ശ്രമിച്ചു നോക്കിയിട്ടും ഒരു സീരിയൽ കില്ലറിൻ്റെ കാരണം എന്താണ്, യഥാർത്ഥത്തിൽ കാരണം എന്താണ്? ഈ തുടർച്ചയായ കൊലപാതകങ്ങൾ, അതും വർഷക്കണക്കെടുത്തുള്ള കൊലപാതകങ്ങൾ, അടുപ്പിച്ചൊരു കുടുംബത്തോടുള്ള കൊലപാതകങ്ങൾ, സ്വന്തം കുടുംബത്തോടുള്ള കൊലപാതകങ്ങൾ, ഇതുപോലെ ഏറ്റവും ക്രൂരമായിട്ട് കൊല്ലുന്ന, ഇഷ്ടപ്പെടുന്ന കൊലപാതകങ്ങൾ ഒക്കെ ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. സത്യമാണ് പലതും. അപ്പം അതുപോലെ, പക്ഷേ ആർക്കും യഥാർത്ഥത്തിൽ അതിൻ്റെ കാരണം കണ്ടുപിടിക്കാൻ എന്താണെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റിയിട്ടില്ല. അപ്പം അതുപോലെ മാനസികാവസ്ഥ ഉണ്ടെങ്കിൽ, ആ ഉപയോഗിക്കാനുള്ള ടെൻഡൻസി ഉണ്ടെങ്കിൽ, ഇതേപോലുള്ള സിനിമയിലുള്ള ഇൻഫ്ലുവൻസ് പ്രയോഗിക്കാൻ അയാൾ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ടാവാം. അതാണ് ഞാൻ ഈ ചുറ്റി കൊണ്ടുള്ള അടിയെന്ന് പറഞ്ഞാൽ നമുക്കത് വളരെ കോമൺ അല്ല, സാധാരണ ക്രൈമിൽ പെട്ടതല്ല ചുറ്റി കൊണ്ടുള്ള അടി. അത് സിനിമയിൽ നിന്നായിരിക്കും. പല സിനിമയിലും ചുറ്റി കൊണ്ടടിക്കുന്നതും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് കണ്ടിട്ടുള്ള ഇൻഫ്ലുവൻസ് ആയിരിക്കാം അയാൾക്ക് അങ്ങനെ ചെയ്യാൻ തോന്നിയിരിക്കുന്നത്. പക്ഷേ യഥാർത്ഥ കാരണം അയാളുടെ ഉള്ളിൽ മാത്രമുള്ള വിഷയമാണ്. അത് പുറത്തു കൊണ്ടുവന്ന് കണ്ടുപിടിക്കുന്നാൽ
മേലാലെങ്കിലും ഇത്തരം പല കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഇപ്പോഴുള്ള നമ്മുടെ സമൂഹത്തിനും ഉദ്യോഗസ്ഥന്മാർക്കും ഗവൺമെൻറ്റിനൊക്കെ ഒരു പക്ഷേ വലിയ സഹായമായി സാധിക്കും. കാരണം കേരളത്തിലെ എനിക്ക് തോന്നുന്നു ഇത് ഇങ്ങനത്തെ ഒരു കൊലപാതകം, കൂട്ടക്കൊലപാതകം വളരെ ഒരു 10 താഴെ ഉണ്ടാവുള്ളൂ എന്ന് തോന്നുന്നു മൊത്തമായിട്ട് നോക്കുമ്പോൾ. പക്ഷേ ഇത് ഇനി ആവർത്തിക്കാൻ ഇല്ലെങ്കിൽ ആവർത്തിക്കാനായിട്ടുള്ള സാധ്യത വേണമെങ്കിൽ ഇപ്പോൾ ശ്രമിച്ചാൽ നമുക്ക് തടയാനോ ഇല്ലെങ്കിൽ തിരുത്താനോ കഴിയും. ശരി, ഡാൻ, ഇതിനകത്ത് ഈ ഉപയോഗിച്ചിരിക്കുന്ന ആയുധം ചുറ്റികയാണ് എന്നാണല്ലോ പറയുന്നത്. പക്ഷേ മാത്രമല്ല, അതായത് കാരണം ഞാനതാണ് പറയാൻ പറഞ്ഞത്, ആംബുലൻസ് ഡ്രൈവർ പറയുന്നത് മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട് അല്ലേ? അതോടൊപ്പം എനിക്ക് തോന്നുന്നത് വേറൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ, അതായത് കേരളത്തിൽ കഴിഞ്ഞ 2 മാസത്തിനിടയിൽ ഒരുപാട് കൊലപാതകങ്ങളുണ്ടായി. പക്ഷേ കഴിഞ്ഞ 1.5 മാസത്തിനിടയിൽ തിരുവനന്തപുരത്ത് മാത്രമുണ്ടായ 4 വ്യത്യസ്ത കൊലപാതകങ്ങൾ. ഇതിലെ ഒരു രീതി, അതായത് ഒന്ന് ബാലരാമപുരം കൊലപാതകത്തിൽ 2.5 വയസ്സുള്ളൊരു പിഞ്ചു കുഞ്ഞ്, പിന്നീട് കഠിനംകുളത്ത് യുവതിയെ ജോൺസൺ ഔസേപ്പ് എന്ന സ്നേഹിച്ചിരുന്നയാൾ ഒപ്പം ഇറങ്ങി വരുന്നില്ല എന്ന് പറയുന്നതിൻ്റെ പേരിൽ അതിക്രൂരമായി കൊലപ്പെടുത്തുന്ന സാഹചര്യം. അതിനുശേഷം വെള്ളറടയിൽ പിതാവിനെ സ്വന്തം മകൻ നെഞ്ചത്ത് കയറിയിരുന്ന് കുത്തിയിറക്കി കൊല്ലപ്പെടുത്തുന്നത് അമ്മ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വെഞ്ഞാറമൂട്ടിലെ ദാരുണമായ കൂട്ടക്കൊലപാതകം. ഈ 4ലും സ്നേഹിക്കപ്പെട്ടവർ തന്നെയാണ് കൊലക്കത്തിക്ക് ഇരയായിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് നയിച്ച മനോഭാവം അത് ഒറ്റപ്പെട്ടതായി മാത്രം കാണാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അതുകൂടി ഈ ഒരു അവസരത്തിൽ ചർച്ച ചെയ്യേണ്ടതിൻ്റെ ഒരു അനിവാര്യതയിലേക്കാണ് ഈ കൊലപാതകങ്ങളെല്ലാം വിരൽ ചൂണ്ടുന്നത്. കാരണം ഇതൊരു സാധാരണ വാർത്തയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ആഴ്ചയും ഇങ്ങനെ കൊലപാതക പരമ്പര തന്നെ, എണ്ണം മാത്രമേ മാറി മറിയുന്നുള്ളൂ. പക്ഷേ കൊലപാതകങ്ങൾ ഇങ്ങനെ തുടർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. അത് ഈ അമിത മാനസിക സമ്മർദ്ദമാണോ അതോ അതിനപ്പുറത്തേക്ക് ലഹരിയുടെ വ്യാപനമാണോ, എന്താണ് ഇതിലേക്ക് നയിക്കുന്നത് എന്ന കാര്യം കൂടി സഗൗരവവും ചർച്ച ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക് നിലവിലെ സാമൂഹ്യ അന്തരീക്ഷം നമ്മളെ എത്തിക്കുകയാണെന്ന് കൂടി തോന്നുന്നു. മഞ്ജുഷ്. ശരിയാണ്. ഡോക്ടർ സോണി തോമസ്, താങ്കളുടെ കമന്റ് ആ വിഷയത്തിൽ? എനിക്ക് തോന്നുന്നു ഇത്തരം വിഷയങ്ങളൊക്കെ നമ്മളുടെ പേരൻസിന് ഒരു വലിയ ഒരു ചലഞ്ചാണ്, മാനസികാരോഗ്യ പ്രവർത്തകർക്ക് ഒരു ചലഞ്ചാണ്. നമ്മുടെ ഇന്നത്തെ മാറിയ കാലത്ത് നമ്മുടെ കുട്ടികളെ, അവരുടെ മാനസിക അവസ്ഥകളെ, ഇപ്പൊ പലപ്പോഴും പല പേരൻസും അവരവരുടെ കുട്ടികൾ സ്വന്തം വീട്ടിൽ മാതാപിതാക്കൾ ഉപദ്രവിക്കുന്ന കുട്ടികളുണ്ട്. അവരെയൊക്കെ അവരെ വേണ്ട കൗൺസിലിങ്ങിനും അവരെ വേണ്ട ട്രീറ്റ്മെന്റിനും ഒക്കെ അതിനെ മറച്ചു വെക്കാതെ അത് തുടക്കത്തിലെ തന്നെ അതിനെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. പേരന്റിങ് മാറ്റേഴ്സ് എലോട്ട്. നമുക്കറിയാം ഈ കുട്ടികളെ അവരുടെ അടിസ്ഥാന ഗുണമായിട്ട് ഒരു കുട്ടിക്ക് വേണ്ട, വ്യക്തിത്വത്തിൽ വേണ്ട ക്ഷമയും സഹിഷ്ണുതയും സഹകരണവും. നമുക്കറിയാം ഡിജിറ്റൽ ഈ കാലത്ത് സോഷ്യൽ ഡിസ്റ്റൻസിങ് വല്ലാതെ കൂടിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ആ ഒരു സാമൂഹിക ബന്ധത്തെ ഊട്ടിയുറപ്പിക്കുന്നതിനകത്തും ഒരു നല്ല കുഞ്ഞിനെ വളർത്തിയെടുക്കുന്നതിനകത്ത് മാതാപിതാക്കളുടെ പങ്ക് വളരെ വലുതാണ്. അത് ഊട്ടിയുറപ്പിക്കുന്നതാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ. അപ്പൊ അത് നമ്മുടെ സമൂഹത്തിന്റെ മനസാക്ഷിക്ക് ഒരു വഴിവിളക്കായി ഇങ്ങനെയുള്ള സംഭവങ്ങളെ നമ്മൾ കാണണം. ഇതിൽ ഒരു ഗവൺമെന്റും അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ഇടപെടലുകൾ തീർച്ചയായിട്ടും ആവശ്യമാണ്. കേരള സമൂഹത്തിൽ നമ്മുടെ മക്കളുടെ മാനസികാരോഗ്യം വല്ലാത്ത വെല്ലുവിളിയാണ്. നമ്മുടെ ഡ്രഗിനെ നിയന്ത്രിക്കുന്നതിനകത്ത് അങ്ങനെ അകപ്പെട്ട കുട്ടികളെ തിരിച്ചു കൊണ്ടുവരുന്നതിനകത്തൊക്കെയുള്ള വേണ്ട കരുതലുകൾ, ഇക്കാര്യത്തിൽ ഡ്രഗിന്റെ കാര്യം കൃത്യമായിട്ട് വന്നിട്ടില്ല അല്ലേ? ഇതുവരെ പോലീസ് അങ്ങനെ ഒരു കൺഫർമേഷനിലേക്ക് വന്നിട്ടില്ലല്ലോ. കാരണം അങ്ങനെ സംശയം ബലപ്പെടുത്തുന്നതിന് കാര്യം, അങ്ങനെ ഇല്ലെങ്കിൽ ഒരാൾക്ക് എങ്ങനെ ഇങ്ങനെ ക്രൂരമായി കൊലപ്പെടുത്താൻ കഴിയും എന്ന ചോദ്യത്തിൽ നിന്നുകൊണ്ടാണ് ഈ പ്രതി പറയുന്നത് ഞാൻ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു എന്ന് മാത്രമാണ് അല്ലേ? അല്ല, അതൊരു പക്ഷേ ഈ കൃത്യം ചെയ്യുന്നതിനൊരു ബലത്തിന് വേണ്ടിയായിരിക്കാം. അതിനപ്പുറത്തേക്ക് ഇയാൾ നിരന്തരം മദ്യപിച്ചിരുന്നു, നിരന്തരം ലഹരിക്ക് അടിമയായിരുന്നു എന്നൊന്നും നമുക്ക് സ്ഥിരീകരിച്ച് പറയാൻ കഴിയുന്ന വിവരങ്ങളൊന്നും ലഭിച്ച. അതോടൊപ്പം ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. ഒരിക്കൽ തെറ്റ് ചെയ്തവരെ പിന്നീട് എക്കാലത്തേക്കും ആജീവനാന്തം തെറ്റുകാരായി കാണുന്ന ഒരു സാമൂഹ്യ പശ്ചാത്തലം നമുക്ക് നിലവിലുണ്ട്. അപ്പോൾ ഒരു തിരിച്ചു വരാനുള്ള ഒരു അവസരം അത് ഏത് തെറ്റ് ചെയ്യുന്നവർക്കും കൊടുക്കാനുള്ള ഒരു സാമൂഹ്യ അന്തരീക്ഷം ഇല്ലാതെ പോകുന്നത് ഈ ചെറിയ ചെറിയ തെറ്റ് ചെയ്യുന്നവരെ വലിയ തെറ്റുകൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലേക്ക്. കാരണം പിന്നീട് അവരെ സമൂഹം അങ്ങനെ ഒരു ഇമേജ് കൊടുക്കുക. ഇവിടെ അങ്ങനെ അഫാൻ അങ്ങനെ ഒരു സമൂഹത്തിൽ നിന്ന് അങ്ങനെ ഒരു അവഗണന നേരിട്ട ആളല്ല. അല്ല, ഞാൻ പറഞ്ഞത് ഒരു കാര്യം കൂടെ കാണണം. അവിടെയാണ് പ്രിജിൻ ജോസിന്റെ വെള്ളറടയിലെ കാര്യം. അതായത് 2 വർഷമായി ഈ ചൈനയിൽ നിന്ന് കോവിഡ് കാലത്ത് തിരികെ എത്തിയതിനു ശേഷം സ്വന്തം അമ്മയുടെ മുടി ചുരുട്ടിപ്പിടിച്ച് അച്ഛൻ്റെ മുമ്പിലിട്ട് ക്രൂരമായി അമ്മയെ മുടി കുത്തിപ്പിടിച്ച് ഇടിക്കുന്നത് അച്ഛൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ 2 പേരെയും കൊന്നുകളയുമെന്ന് സ്വന്തം മകൻ പറയുന്നത്
തൊട്ടടുത്ത വീട്ടുകാർ പോലും അറിയുന്നില്ല. ഈ കൊലപാതകത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു കാര്യം നടന്നിട്ടുണ്ടെന്ന് അമ്മ പോലും തുറന്നു പറയുന്നത്. അങ്ങനെ ഒരുപാട് വീടുകൾ കേരളത്തിൽ കാണും. ഇവിടെ അഫാന്റെ വീട്ടിലും ആ കാര്യങ്ങളുണ്ട്. പണത്തിന് വേണ്ടി ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞാലും പല കാര്യത്തിനകത്ത് പല കുടുംബത്തിലും ഒരു സംഭവം ഉണ്ടാവും മാത്രമേ പുറം ലോകം അറിയുള്ളൂ. ഈ ഒരു വീടിന്റെ ചുവരിനുള്ളിൽ പലപ്പോഴും വളരെ അശാന്തമായിട്ടുള്ള അന്തരീക്ഷം പല കുടുംബങ്ങളിലുണ്ട്. ശരിയാണ് ശ്രീ എസ്.എൻ. സ്വാമി, ഇത്തരം കാര്യങ്ങൾ കാരണം വീടുകളിൽ മക്കളെ പേടിച്ച് കഴിയുന്ന മാതാപിതാക്കൾ ആ ഒരു രീതിയിലെ കാര്യങ്ങൾ പോകുന്നു എന്നാണ്. ഇത് മാത്രമല്ല, സമീപകാലത്ത് നടന്ന പല കൊലപാതകങ്ങളും സൂചിപ്പിക്കുന്നത്. അപ്പോൾ കേരളം എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളൊരു ചോദ്യം കൂടി ഇവിടെയുണ്ടല്ലോ. കേരളം പോകുന്നത് ഒട്ടും ആശാവഹമല്ല, ആശങ്കാവഹമാണ്. ഉദാഹരണം പറഞ്ഞാൽ, നമ്മളെല്ലാവരും ഓർക്കുന്നുണ്ടാവാം, മറന്നിട്ടുണ്ടാവില്ല, 64ഓളം പോലീസ് ഉദ്യോഗസ്ഥർ ആത്മഹത്യ ചെയ്തു കഴിഞ്ഞ 2-3 വർഷങ്ങൾക്കിടയിൽ. അതിൻ്റെ പ്രധാന കാരണം സ്ട്രെസ് എന്നാണ് പറഞ്ഞത്. മേലുദ്യോഗസ്ഥന്മാരിൽ നിന്നും അവർക്ക് കിട്ടുന്ന സ്ട്രെസ്സ് താങ്ങാൻ പറ്റാതെ അവർക്ക് മറ്റ് കുടുംബ പ്രശ്നമോ സാമ്പത്തിക പ്രശ്നമോ ഒന്നും ഉണ്ടായില്ല. ആ സ്ട്രെസ്സ് കാരണം ആത്മഹത്യ ചെയ്ത 64ഓളം പോലീസ് ഉദ്യോഗസ്ഥർ നമ്മുടെ നാട്ടിലുണ്ട്. എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ മറ്റൊരു സ്റ്റേറ്റിലും ഇതുണ്ടാവാൻ ചാൻസ് ഇല്ല. അപ്പം അങ്ങനെ പല വിധത്തിലും നമുക്ക് കേരളത്തിൻ്റെ വിചിത്രമായ സ്വഭാവവിശേഷങ്ങൾ നോക്കുമ്പോൾ ഇതൊരു ആകെ മൊത്തം ശരിയായൊരു സ്റ്റഡിക്ക് പറ്റിയ വിഷയമാണ്. അതിന് പ്രധാനമായിട്ട് ഞാൻ പറയുന്നത് 2 ഇടപെടലുകൾ വളരെ മോശമാണ് ഇവിടെ. ഒന്ന് പൊളിറ്റിക്കൽ, മറ്റൊന്ന് റിലീജിയൻ. ഈ രണ്ടും കാരണം ഇതിലൊന്നും വിശ്വസിച്ചിട്ടോ ചേർന്നിട്ടോ അല്ല. ഇതിലെ വരുന്ന പ്രശ്നങ്ങളും വാർത്തകളും ഇതെല്ലാം മനുഷ്യൻ്റെ സമാധാനത്തെ ഇല്ലാതാക്കുന്നു എന്നുള്ളൊരു സത്യം തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഭൂരിഭാഗം കാര്യങ്ങളും ആവശ്യമില്ലാത്തതാണ്. അത് ചെയ്യുന്ന ഏക ഉപകാരം ജനങ്ങളെ ആവശ്യമില്ലാതെ ഈ പറഞ്ഞ പോലെ അവരുടെ സമാധാനത്തെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. എല്ലാവരും ഒരുപോലെ വിവേചനാശക്തി ഉണ്ടായെന്ന് വരില്ല, എല്ലാവർക്കും അതിനെ ഓവർകം ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അതിനാണ് ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞത്, എത്രയോ നിയന്ത്രണങ്ങൾ, ആത്മനിയന്ത്രണങ്ങൾ, മനസ്സിൻ്റെ സാന്നിധ്യം വേണ്ട പോലീസ് ഉദ്യോഗസ്ഥർ പോലും 64ഓളം പോലീസ് ഉദ്യോഗസ്ഥർ ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞാൽ അതിനപ്പുറം നമുക്ക് വേറൊരു എക്സാമ്പിൾ പറയാനില്ല. ഇതിനകത്ത് എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ അവർക്ക് ഈ പറഞ്ഞ പോലെ ഒരു പ്രശ്നങ്ങളുമില്ല. സാമ്പത്തിക പ്രശ്നമോ ജോലിയുടെ പ്രശ്നമോ ഇല്ലെങ്കിൽ ജോലി കിട്ടില്ല എന്ന് പോകുമെന്നുള്ള പ്രശ്നമോ ഒന്നും ഉണ്ടായിട്ടല്ല. ഓൺലി ബിക്കോസ് ഓഫ് സ്ട്രെസ്. അവരുടെ സീനിയർ ഉദ്യോഗസ്ഥർ അവർക്ക് ഇല്ലെങ്കിൽ അവരുടെ പൊളിറ്റിക്കലായിട്ടുള്ള സ്ട്രെസ്സ്, ഇങ്ങനെ പല കാരണങ്ങളും അതുകൊണ്ടാണ് അവർ ഈ ലോകം വിട്ടു പോയത്. അത് താങ്ങാനുള്ള ശക്തി ഒരു പോലീസുകാരനില്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കാനുള്ള ശക്തി സാധാരണക്കാരനുണ്ടായാൽ കൊലപാതകം നടക്കും. അയാൾ ആ സ്ട്രെസ്സിൽ അയാൾ എന്ത് വേണമെങ്കിൽ ചെയ്തു പോകും. ആരെയാണ് ചെയ്യണമെന്ന് പോലും അയാൾ ഓർക്കില്ല. ബന്ധുവാണോ മിത്രമാണോ ശത്രുവാണോ എന്ന് അയാൾ ഓർക്കില്ല. അയാൾക്ക് കൊല ചെയ്യുക തോന്നിക്കഴിഞ്ഞാൽ ആ സ്ട്രെസ്സ് അയാളെ കൊണ്ട് അത് കൃത്യമായിട്ട് ജയിച്ചിരിക്കും. ഇറ്റ് ഈസ് നോട്ട് എ പ്ലാൻ മർഡർ. ഇത് ഒരുപാട് ദിവസം കോൺസ്പിറസി കൂടി അങ്ങനെ കൊന്ന മർഡർ അല്ലല്ലോ. ഇത് ഇൻസ്റ്റൻ്റായിട്ട് പെട്ടെന്ന് തോന്നി നടന്ന കൊലപാതകങ്ങളാണ്. അപ്പോൾ ഇയാൾ ഈ പറഞ്ഞ പോലെ അയാളുടെ മാനസികാവസ്ഥ തീർച്ചയായിട്ടും ഒരു പഠന വിധേയമാക്കണം എന്നാണ് എൻ്റെ അപേക്ഷ. ശരിയാണ് ശ്രീ ഡാൻ. ഇനി പോലീസിൻ്റെ അടുത്ത മൂവ് എന്താണ്? ഇപ്പോൾ ഈ അഫിൻ ഇയാൾ ഇനിയിപ്പോൾ ആരോഗ്യസ്ഥിതിയിലേക്ക് തിരിച്ചു വരണം, മൊഴി നിർണായകമാണ്. അപ്പോൾ പോലീസ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരിക്കുന്നു. ഈ നേരത്തെ ജോർജ് ജോസഫ് പറഞ്ഞ പോലെ പല സംഘങ്ങളായി പലയിടത്ത് അന്വേഷിക്കേണ്ടി വരും. 1, 2, 3 സ്ഥലങ്ങളിലായിട്ടാണല്ലോ സംഭവം നടന്നിരിക്കുന്നത്. അതായത് നേച്ചർ ഓഫ് ക്രൈം അത് സംബന്ധിച്ച ഒരു അന്വേഷണം ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ വിവിധ സംഘങ്ങളായി നടക്കും. അതോടൊപ്പം ഈ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണം എന്താണെന്ന് പറയാൻ കഴിയുന്ന 2 പേർ മാത്രമേ ഉള്ളൂ. അതിലൊന്ന് പ്രതിയാണ്, രണ്ടാമത് ഇപ്പോഴും അപകടനില തരണം ചെയ്തിട്ടില്ലാത്ത, ജീവിതത്തിലേക്ക് മടങ്ങി വന്നുകൊണ്ടിരിക്കുന്ന, എത്രയും പെട്ടെന്ന് ആരോഗ്യം വീണ്ടെടുക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്ന ഈ ഉമ്മയാണ്. അവർ 2 പേരിൽ ആരെങ്കിലും സത്യം എന്താണെന്ന് പോലീസ് ഉദ്യോഗസ്ഥരോട് വ്യക്തമാക്കുന്നതുവരെ അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഇത് ഉത്തരം കിട്ടാത്ത ചോദ്യം തന്നെയായിരിക്കും. അതുവരെ അഭ്യൂഹങ്ങൾ ഒരുപാടിങ്ങനെ പ്രചരിക്കുകയും ചെയ്യുമെന്നാണ് തോന്നുന്നത്.
ശരി, എന്തായാലും അത് പോലീസിന് മുന്നിലുള്ള ഒരു വെല്ലുവിളി തന്നെയാണ്. പക്ഷേ പോലീസ് ആ വെല്ലുവിളി മറികടക്കും എന്ന് തന്നെ കരുതാം. ഈ പൈശാചികമായ കൊലപാതകങ്ങളുടെ ചുരുൾ അഴിയേണ്ടതുണ്ട്, സംശയമില്ലാത്ത കാര്യമാണ്. അത് പൊതുസമൂഹത്തിന്റെ ആവശ്യം കൂടിയാണ്. നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും.